ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. ഹരി ഓം. ഹരി ഓം. ഇന്നലെ ഗുരുവായൂരായിരുന്നു. ഇന്ന് ഓണക്കിറ്റിൻ്റെ ടോക്കൺ വിതരണം. രാവിലെ തൊട്ട് ആൾക്കാരുടെ തിരക്കായിരുന്നു. ഇരുന്നൂറിൽ താഴെ നിർത്തണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പം തന്നെ 215 ടോക്കണുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു കൂട്ടം കൂട്ടമായിട്ട്. പരമാവധി നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാനും എന്താ പറയുക എല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലരുടെയും കഷ്ടവും കരച്ചിലും കേൾക്കുമ്പോൾ നിരാശപ്പെടുത്താനും തോന്നുന്നില്ല. അങ്ങനെ ഇപ്പോൾ 215ഓളം ടോക്കൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയും കുറച്ച് പേരൊക്കെ വരും. മറ്റന്നാൾ പിന്നെ ടോക്കൺ ഇല്ലാത്തവർ വരും. എന്തായാലും 250ഓളം കിറ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക വന്ന് തിരക്കും ആളുകൾ. എന്തായാലും നിങ്ങളിൽ പലരും കോൺട്രിബ്യൂഷൻസ് അയച്ചതുകൊണ്ട് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 80% ഫണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി വരാനുണ്ട്. നാളെയും മറ്റന്നാളെയും കൂടി ഉണ്ടല്ലോ, അപ്പോൾ വരുമായിരിക്കും. ഇനി നിങ്ങളിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, ചെയ്യണമെന്നുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ മറക്കണ്ട. അവസരം കളയണ്ട, അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും ഒരു അവസരമാണ്. ഓണം ഇങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്. തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്വസിദ്ധനം. ഭഗവാന്റെയാണ് നമ്മുടെ കയ്യിലുള്ളതെല്ലാം. ഭഗവാൻ നമ്മളെ മര്യാദയ്ക്ക് ധാർമ്മികമായി ചെലവഴിക്കാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ധാർമ്മികമായിട്ടുള്ള ചെലവുകൾ ചെയ്യണം. എന്തെങ്കിലും നല്ല മസ്റ്റാണ്. അപ്പോൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഓക്കെ, അല്ലാത്തവർക്കും ചെയ്യാനുള്ള അവസരമാണ്. അവനവൻ സമ്പാദിക്കുന്നത് മുഴുവൻ അവനവൻ്റെ കുടുംബത്തിൽ മാത്രം ചെലവഴിക്കുക എന്നുള്ളത് അധർമ്മമാണ്. എല്ലാ പാപങ്ങളും നിങ്ങൾ തന്നെ സ്വയം ഭുജിക്കേണ്ടി വരും.
ആരാണോ അങ്ങനെ ചെയ്യുന്നത്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഗുഞ്ചതേ തേത്തു അഘം പാപ യേ പചന്തി ആത്മകാരണാത്. ഗുഞ്ചതേ തേത്തു അഘം പാപാഹ യേ പചന്തി ആത്മകാരണാത്. അവിടെ പചന്തി എന്നുള്ളത് ഉപലക്ഷണം മാത്രമാണ്. ആരാണോ അവനവന് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നത് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അവൻ ആ പാപികൾ പാപാഹ അഘം പുഞ്ചതേ, അവൻ ചെയ്ത പാപത്തെ മുഴുവനായിട്ട് അവൻ തന്നെ അനുഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പല ദുരിതങ്ങളും ദുഃഖങ്ങളും വിട്ടുമാറാത്തത്, രോഗാദികളും പലതരത്തിലുള്ള സങ്കടങ്ങളും വന്നു ചേരുന്നത്. അപ്പോൾ ആ ദുരിതങ്ങളെയൊക്കെ അകറ്റാനുള്ള ഉപായമാണ്, ദുരിതക്ഷയ ഉപാധിയാണ് ദാനം. യജ്ഞം, ദാനം, തപസ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണോ ഏ പചന്തി ആത്മകാരണാത്, അവനവന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നവർ, അവനവൻ്റെയും അവനവൻ്റെ ഭാര്യ മക്കൾ എന്നുള്ള കുടുംബത്തിന് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നവർ അഥവാ അധ്വാനിച്ച് ഭക്ഷിക്കുന്നവർ, അവർ പാപം ഭുജിക്കുന്നു. അതുകൊണ്ട് യജ്ഞദാന തപശ്ചൈവ ന ത്യാജ്യം കാര്യമേവ തത്. യജ്ഞവും ദാനവും തപസ്സും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അവശ്യ കർത്തവ്യങ്ങളാണ്. കാര്യമേവ, കർത്തവ്യമേവ. യജ്ഞോ ദാന തപശ്ചൈവ പാവനാനി മനീഷിണ. നമ്മളെ ശുദ്ധീകരിക്കുന്നത്, പാവനങ്ങളാക്കുന്നത്, പവിത്രമാക്കുന്നത് ഈ യജ്ഞവും ദാനവും തപസ്സുമാണ്. അത് ചെയ്യേണ്ടതാണ്, ചെയ്യേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് ഓണം. ഇത് ഉപയോഗിക്കുക. നിങ്ങളിപ്പോൾ ഏത് വഴിക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നമ്മളും ഒരു അവന്യു, അത്രേ ഉള്ളൂ, ഈ ഒരു മാർഗം. സ്വാമി ദയാനന്ദാശ്രമം, ആർഷതീർത്ഥം, പോലശ്ശേരി, പാലക്കാട്, ഒരു കൗണ്ടർ, ഒരു അവന്യു, അത്രയേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ചുറ്റുപാടും ചെയ്യുന്നതിന് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യാൻ അവസരമില്ലാത്തവർ അല്ലെങ്കിൽ അതിന് മടിയുള്ളവർ ഈ അവന്യൂകൾ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ഭാഗവതം ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധം 10-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ദാമോദരനായി 2 അർജുന വൃക്ഷങ്ങളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ആ അർജുന വൃക്ഷങ്ങൾ വേറെ ആരുമല്ല, കുബേരൻ്റെ 2 മക്കളാണ്, നളകൂബരനും മണിഗ്രീവനും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ശുഖബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് ചോദിച്ചു, എന്താ അവർ വൃക്ഷമാവാൻ കാരണം, അല്ലെങ്കിൽ നാരദ മഹർഷി അവരെ ശപിക്കാൻ എന്താ കാരണം? അപ്പോൾ ആ നാരദ ശാപ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതുവരെ എടുത്തത്? 15-ാം ശ്ലോകം വരെയാണ് തോന്നുന്നത്, 14-ഓ 15 വരെ എടുത്തിട്ടുണ്ട്. 15 വരെയാണ് എടുത്തത് അല്ലേ? ഒന്ന് എനിക്ക് ഓർമ്മയില്ല, എന്ന് പറയൂ. ശ്ലോകം നമ്പർ 15 വരെയല്ലേ എടുത്തത്? ഓർമ്മയുള്ളവർ പറയും നോട്ടെ.
എന്തായാലും വായിക്കാം. അതെ, താങ്ക് യു. പത്താം അധ്യായം വായിക്കാം, എന്നിട്ട് നമുക്ക് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ ശ്രീമദ് ഭാഗവതേ ദശമസ്കന്ധേ ദശമോധ്യായഃ. രാജോവാച കഥ്യതാം ഭഗവൻ ഏതത്തയോഃ ശാപസ്യ കാരണം യത്തദ്വിഗർഹിതം കർമ്മ യേന വാ ദേവർഷേസ്തമഃ. ശ്രീശുക ഉവാച രുദ്രസ്യാനുചരൗ ഭൂത്വാ സുതൃപ്തൗ ധനദാത്മജൗ കൈലാസോപവനേ രമ്യേ മന്ദാകിന്യം മദോത്കടൗ വാരുണീം മദിരാം പീത്വാ മദാഘൂർണിതലോചനൗ സ്ത്രീജനൈർ അനുഗായദ്ഭിഃ ചേരതു പുഷ്പിതേ വനേ. അന്തഃ പ്രവിശ്യ ഗംഗായാം അംബോജവനരാജിനി ചിക്രീഡതുർയുവതിഭിഃ ഗജൗ ഇവ കരേണുഭിഃ. യദൃച്ഛയാ ച ദേവർഷിഃ ഭഗവാൻ തത്ര കൗരവ അപശ്യന്നാരദോ ദേവൗ ക്ഷീബാണൗ സമബുദ്ധ്യത. തം ദൃഷ്ട്വാ വ്രീഡിതാ ദേവ്യോ വിവസ്ത്രാശാപശങ്കിതാഃ വാസാംസി പര്യദുഃശീഘ്രം വിവസ്ത്രൗ നൈവ ഗുഹ്യകൗ. തൗ ദൃഷ്ട്വാ മദിരാമത്തൗ ശ്രീമദാന്തൗ സുരാത്മജൗ തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യന്നിദം ജഗൗ. നാരദ ഉവാച നഹ്യന്യോ ജുഷദോ ജോഷ്യാൻ ബുദ്ധിഭ്രംശോരജോ ഗുണഃ ശ്രീമദാഭിജാത്യാദിഃ യത്ര സ്ത്രീദ്യൂതം ആസവഃ. ഹന്യന്തേ പശവോ യത്ര നിർദയൈരജിതാത്മഭിഃ മന്യമാനൈരിമം ദേഹം അജരാമൃത്യുനശ്വരം. ദേവസംജ്ഞിതമപ്യന്തേ കൃമിവിഡ്ഭസ്മസംജ്ഞിതം ഭൂതദൃക്തത്കൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യതഃ. ദേഹ കിം അന്നദാതുസ്വം നിഷേക്തുർമാതുരേവ ച മാതുഃ പിതുർവാ ബലിനഃ ക്രേതുരഗ്നേ സുനോപി വാ. ഏവം സാധാരണം ദേഹം അവ്യക്തപ്രഭവാപ്യയം കോ വിദ്വാൻ ആത്മസാത് കൃത്വാ ഹന്തി ജന്തൂൻ ഹൃദയേ അസതഃ. അസതഃ ശ്രീമദാന്ധസ്യ ദാരിദ്ര്യം പരം അഞ്ജനം ആത്മൗപമ്യേന ഭൂതാനി ദരിദ്രഃ പരം ഇക്ഷതേ. യദാ കണ്ഡകവിദ്ധാംഗോ ജന്തോർനേച്ഛതി താം വ്യതാം ജീവസാമ്യം ഗതോ ലിംഗൈർ ന തദാ വിദ്ധ കണ്ഡകഃ. ദരിദ്രോ നിരഹം സ്തംഭോ മുക്തഃ സർവമദൈരിഹ കൃച്ഛ്രം യദൃച്ഛയാ പ്നോതി തദ്ധി തസ്യ പരം തപഃ. നിത്യം ക്ഷുക്ഷാമദേഹസ്യ ദരിദ്രസ്യാന്നകാംക്ഷിണഃ ഇന്ദ്രിയാണി അനുശുഷ്യന്തി ഹിംസാപി വിനിവർത്തത്തെ. ദരിദ്രസ്യൈവ യുജ്യന്തേ സാധവഃ സമദർശിനഃ സദ്ഭിക്ഷിണോദിതം തർഷം തത ആരാദ്വിശുദ്ധ്യതി. സാധൂനാം സമചിത്താനാം മുകുന്ദചരണൈഷിനാം ഉപേക്ഷ്യൈ കിം ധനസ്തംഭൈഃ അസദ്ഭിർ അസദാശ്രയൈഃ. തദഹം മത്തയോർമാദ്യാ വാരുണ്യാ ശ്രീമദാന്തയോഃ തമോ മദം ഹരിഷ്യാമി സ്ത്രൈണയോർ അജിതാത്മനോഃ. യദിമൗ ലോകപാലസ്യ പുത്രൗ ഭൂത്വാ തമഃ പ്ലുതൗ ന വിവാസസമാത്മാനം വിജാനീതഃ സുദുർമദൗ. അതോർഹതഃ സ്ഥാവരതാം സ്യാദാം നൈവം യദാ പുനഃ സ്മൃതി സ്യാത്മൽപ്രസാദേന തത്രാഭിമദനുഗ്രഹാത്. വാസുദേവസ്യ സാന്നിധ്യം ലബ്ധ്വാ ദിവ്യശരച്ഛതേ വൃത്തേ സ്വർലോകതാം ഭൂയോ ലബ്ധഭക്തി ഭവിഷ്യതഃ. ശ്രീശുക ഉവാച ഏവമുക്ത്വാ സ ദേവർഷിഃ ഗതോ നാരായണാശ്രമം നളകൂപരമണിഗ്രീവൗ
ആസതുർയമളാർജുനൗ ഋഷേർഭാഗവതമുഖ്യസ്യ സത്യം കർത്തും വചോ ഹരിഃ ജഗാമശനകൈസ്തത്ര യത്രാസ്താം യമളാർജുനൗ ദേവർഷിർമേ പ്രിയതമോ യതിമൗ ദനദാത്മജൗ തത്തദാ സാധയിഷ്യാമി യദ്ഗീതം തന്മഹാത്മനാ ഇത്യന്തരേണാർജുനയോഃ കൃഷ്ണസ്തു യമയോർയയൗ ആത്മനിർവേശമാത്രേണ തിര്യഗതമുലൂകലം ബാലേന നിഷ്കർഷതയാന്വകുലൂകലം തദ്ദാമോദരേണ തരസോത്കലിതാംഗ്രിബന്ധൗ നിഷ്പേദതു പരമവിക്രമിതൗ വിക്രമിതാതിവേപസ്കന്ധപ്രവാളവിടപൗ കൃതചണ്ഡശബ്ദൗ തത്ര ശ്രേയാ പരമയാ കകുഭസ്ഫുരന്തൗ സിദ്ധൗ ഉപേത്യ കുജയോരിവ ജാതവേദാഃ കൃഷ്ണം പ്രണമ്യ ശിരസാഖിലലോകനാഥം ബദ്ധാഞ്ജലി വിരജസൗ ഇദമൂചതുസ്മ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യഃ പുരുഷഃ പരഃ വ്യക്താവ്യക്തമിദം വിശ്വം രൂപം തേ ബ്രാഹ്മണാ വിദുഃ ത്വമേകഃ സർവഭൂതാനാം ദേഹാസ്വാത്മേന്ദ്രിയേശ്വരഃ ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വരഃ ത്വം മഹാൻ പ്രകൃതിഃ സൂക്ഷ്മോ രജഃ സത്വതമോ മയി ത്വമേവ പുരുഷോऽധ്യക്ഷഃ സർവക്ഷേത്രവികാരവിത് ഗൃഹ്യമാണൈസ്ത്വമഗ്രാഹ്യോ വികാരൈः പ്രാകൃതൈർഗുണൈः കോന്നിഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃതഃ തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ ആത്മദ്യോതഗുണൈച്ഛന്നമഹിംനേ ബ്രഹ്മണേ നമഃ യസ്യാവതാരാജ്ഞായന്തേ ശരീരേഷ്വശരീരിണഃ തൈസ്തൈരതുല്യാതിശയൈർവീര്യൈർദേഹിഷ്വസംഗതൈഃ സ ഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം നമഃ പരമകല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ അനുജാനീഹി നൗ ഭൂമൻ തവാനുചരകിങ്കരൗ ദർശനം നൗ ഭഗവതഃ ഋഷേരാസീദനുഗ്രഹാത് വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ശ്രീശുക ഉവാച ഇത്തം സങ്കീർത്തിതസ്താഭ്യാം ഭഗവാൻ ഗോകുലേശ്വരഃ ദാംനാ ചോലൂഖലേ ബദ്ധഃ പ്രഹസന്നാഃ ഗുഹ്യകൗ. ശ്രീഭഗവാനുവാച ജ്ഞാതം മമ പുരൈവൈതത് ഋഷിണാ കരുണാത്മനാ യത് ശ്രീമദാന്തയോർവാഗ്ഭിഃ വിഭ്രംസോനുഗ്രഹഃ കൃതഃ. സാധൂനാം സമചിത്താനാം സുതരാം മത്കൃതാത്മനാം ദർശനാന്നോ ഭവേദ്ബന്ധഃ പുംസോ അക്ഷ്ണോഃ സവിതുർയദാ. തദ്ഗച്ഛതം മത്പരമൗ നളകൂപര സാധനം സഞ്ജാതോ മയി ഭാവോ വാം ഈപ്സിതഃ പരമോ ഭവഃ. ശ്രീശുക ഉവാച ഇത്യുക്തൗ തൗ പരിക്രമ്യ പ്രണമ്യ ച പുനഃ പുനഃ ബദ്ധോ ലോകലമാമന്ത്ര്യ ജഗ്മതുർദിശമുത്തരാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ നാരദശാപോ നാമ ദശമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
നാരായണ. അപ്പോൾ പരീക്ഷിത്ത് രാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോടുള്ള ചോദ്യം, ഈ നളഗോപുര മണിഗ്രീവന്മാർക്ക് ശാപം കിട്ടാനുള്ള കാരണം, എത്ര നിന്ദ്യമായിട്ടുള്ള കർമ്മമാണ് അവർ ചെയ്തത്? ആ ദേവർഷിക്ക് ഇത്രയും കോപം ഉണ്ടാവണമെങ്കിൽ അത്രയും ക്രൂരകർമ്മം അല്ലെങ്കിൽ അത്രയും നിന്ദ്യമായിട്ടുള്ള കർമ്മം ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് പറയൂ എന്നാണ് ചോദ്യം. അതിന് മറുപടി ശ്രീ ശുകബ്രഹ്മർഷി പറയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുബേരപുത്രന്മാർ രണ്ടുപേർ രുദ്രന്റെ അനുചരന്മാരായി ഭവിച്ച് എത്രയൊക്കെ ഐശ്വര്യമുണ്ടായിട്ടും ഇത്രയും ശ്രേഷ്ഠമായ സ്ഥാനമുണ്ടായിട്ടും അതിന് അനുസരിച്ച രീതിയിലല്ല അവർ പെരുമാറിയത്. അധർമ്മം പ്രവർത്തിച്ചു. കൈലാസ ഉപവനത്തിലെ മന്ദാകിനിയിൽ മദ്യപാനം ചെയ്ത് സ്ത്രീകളുമായി നഗ്നരായി അവർ ക്രീഡ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് നാരദ മഹർഷി എതിർച്ചയാ അതിലേ വന്നത്. അദ്ദേഹം ഈ കുബേരപുത്രന്മാരെയും ഈ സ്ത്രീകളെയും കണ്ടു. ആ സമയത്ത് സ്ത്രീകളെല്ലാം വളരെ നാരദ മഹർഷിയോടുള്ള ഭയഭക്തി ബഹുമാനങ്ങളോടെ ലജ്ജയോടെ കരയ്ക്ക് കയറി വേഗം വസ്ത്രങ്ങൾ ധരിച്ച് അദ്ദേഹത്തെ ബഹുമാനിച്ചു. അവർക്ക് തന്നെ അവർ ചെയ്തത് തെറ്റാണെന്നുള്ള തോന്നലും ഉണ്ടായി. എന്നാൽ ഈ രണ്ടുപേര് ഒട്ടും കൂസലില്ലാതെ, നാരദ മഹർഷിയെ ഒട്ടും ബഹുമാനിക്കാതെ, വസ്ത്രം ധരിക്കാതെ വീണ്ടും അവരുടെ ക്രീഡ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് അവരുടെ ഐശ്വര്യമതം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ നാരദ മഹർഷി അവരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട്, ശാപം നൽകാനായിക്കൊണ്ട് ഇത് പാടി എന്നാണ് പറഞ്ഞത്. ആ നാരദ മഹർഷിയുടെ പാട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ശ്രീമതത്തേക്കാൾ മറ്റൊരു ഐശ്വര്യ അല്ലെങ്കിൽ മറ്റൊരു അഹങ്കാര കാരണം ഇല്ല, ആഭിജാത്യ കാരണം ഇല്ല. ആ ശ്രീമതം, ഐശ്വര്യമതം വിഷയങ്ങളൊക്കെ ഭുജിക്കുന്ന ആളുകൾക്ക് രജോ ഗുണം വർദ്ധിപ്പിച്ച് ബുദ്ധിഭ്രംശം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ശ്രീമതം ബാധിച്ചവർ അഹങ്കാരം കൊണ്ട് സ്ത്രീ വിഷയങ്ങളിലും ചൂതുകളിയിലും മദ്യപാനത്തിലും മറ്റ് ജന്തുക്കളെ ക്രൂരമായിട്ട് ഹിംസിക്കുന്ന കാര്യത്തിലും യാതൊരു മടിയും കൂടാതെ, ദയ കൂടാതെ എല്ലാം പ്രവർത്തിക്കുന്നു. അവർ കരുതുന്നത് അവരുടെ ഈ ദേഹമാണ് ആത്മാ എന്നാണ്, അല്ലെങ്കിൽ ഇത് നശിക്കാത്തതാണ് എന്ന് കരുതുകയാണ്. ഇതാണ് ദേഹം അജരാമൃത്യു. വാസ്തവത്തിൽ ദേഹം എന്താണ്? നശ്വരം. അപ്പൊ നശ്വരൻ ദേഹത്തെക്കുറിച്ച് അജരാമൃത്യു എന്ന് മന്യമാനന്മാരായിട്ട് ഇതെന്നും ശാശ്വതമായിരിക്കുമെന്നുള്ള വിഡ്ഢിത്തരം ചിന്തിച്ചുകൊണ്ട് അവർ ക്രൂരകൃത്യങ്ങളെ ചെയ്യുന്നു. എത്ര വിശിഷ്ട ദേഹമായിക്കോട്ടെ, അത് ദേവദേഹം പോലും ആയിക്കോട്ടെ, എല്ലാം അവസാനം നശിക്കാനുള്ളതാണ്. കൃമിയോ മലമോ ചാരമോ ആയി തീരാനുള്ളതാണ്. എന്നാൽ ദുഷ്ടന്മാരായിട്ടുള്ളവർ, ഭൂതങ്ങളെ ദ്രോഹിക്കുന്നവർ ഈ ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് അവരറിയുന്നില്ല. അവരുടെ സ്വാർത്ഥത അവരുടെ ദൃഷ്ടിയെ മറയ്ക്കുന്നു. അങ്ങനെ അവർ നരകങ്ങളെ പ്രാപിക്കുന്നു. അവർ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് നരകങ്ങളെ പ്രാപിക്കുന്നു. വാസ്തവത്തിൽ ചിന്തിച്ചാൽ ഈ ദേഹം ആരുടേതാണ്? നമുക്ക് അന്നദാതാക്കൾ ഒരുപാട് പേരുണ്ട്. അവരുടേതാണോ? ഇനി അവനവൻ്റേതാണോ? ഒട്ടുമല്ല. ഇനി ബീജാദാനം ചെയ്ത പിതാവിൻ്റേതാണോ? ഗർഭം ധരിച്ച് പ്രസവിച്ച അമ്മയുടേതാണോ? ഇനി മാതാവിൻ്റെ പിതാവിൻ്റെയോ പിതാവിൻ്റെ പിതാവിൻ്റെയോ അതുപോലെയുള്ള ബന്ധുക്കളുടേതോ ആണോ? രാജാവിൻ്റേതാണോ? അല്ലെങ്കിൽ നമ്മൾക്ക് ജോലി തന്ന് ശമ്പളം നൽകുന്ന, നമ്മുടെ ശരീരത്തെ വാടകയ്ക്കെടുത്തിരിക്കുന്ന ആളുകളുടേതാണോ? അഗ്നിക്ക് ഭക്ഷണമായി തീരാൻ പോകുന്നതാണോ? നായ്ക്ക് ഭക്ഷണമായി തീരാൻ പോകുന്നതാണോ? ഇത് ആരുടേതെന്ന് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും? ആർക്കും ഒരു നിശ്ചയവുമില്ല.
അപ്പം ഇങ്ങനെയുള്ള എന്താ പറയുക അവ്യക്ത പ്രഭവാപ്യയത്തോടുകൂടി അവ്യക്തത്തിൽ നിന്ന് വന്ന് അവ്യക്തത്തിലേക്ക് പോകുന്ന ഒരു നിശ്ചയവുമില്ലാത്ത ഈ ദേഹം സാധാരണമായിട്ടുള്ള എല്ലാവർക്കുള്ള ദേഹമാണ്, ഏറ്റവും നിന്ദ്യമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ദേഹത്തെ കോ വിദ്വാൻ ആത്മസാത്കൃത്വ, ഇതാണ് ആത്മാവ് അല്ലെങ്കിൽ ഇതാണ് ഞാൻ എന്ന് കരുതിക്കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ജന്തൂൻ ഹന്തി, ജന്തുക്കളെ കൊല്ലുമോ, അസതഹ ഹൃദയ, അസത്തുക്കളല്ലാതെ വിദ്വാൻമാരായിട്ടുള്ളവർ ആരും തന്നെ ജന്തുക്കളെ തന്റെ ദേഹപോഷണത്തിനായിക്കൊണ്ട് കൊല്ലുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ശ്രീമതാന്തന്മാരായ അസത്തുക്കൾക്ക് എന്താണ് നല്ല ചികിത്സ? അന്ധതയ്ക്ക് ചികിത്സ അഞ്ജനമാണ്, അല്ലെ? അപ്പൊ ഇവിടെ ശ്രീമതം കൊണ്ടുള്ള അന്ധതയ്ക്ക് ദാരിദ്ര്യമാണ് അഞ്ജനമായിട്ട് അഥവാ മരുന്നായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദരിദ്രനായി കഴിയുമ്പോഴോ എല്ലാ ഭൂതങ്ങളെയും ആത്മൗപമ്യേന പരം ഈക്ഷത്തെ, തനിക്ക് സമാനമായിട്ട് താൻ അനുഭവിച്ച ദുഃഖങ്ങൾ അവരും അനുഭവിക്കുന്നത് കാണുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ആ ഒരു അനുഭവ സമ്പത്ത് അവനുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് അവൻ പാഠം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല വിശപ്പ് അനുഭവിച്ച് ശീലിച്ചിട്ടുള്ള പട്ടിണി കിടന്നിട്ടുള്ള ഒരാൾക്ക് മറ്റൊരാളുടെ വിശപ്പിന്റെ വേദന, അതിന്റെ വിഷമം തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ദാരിദ്ര്യം നല്ലൊരു ചികിത്സയാണ്. അഹങ്കാരികൾക്ക്, ധനമതം പിടിച്ചവർക്കുള്ള ഏറ്റവും നല്ല ചികിത്സയാണ് ദാരിദ്ര്യം. എപ്രകാരമാണോ കാലിൽ ഒരിക്കൽ മുള്ളു തട്ടിയിട്ടുള്ള ഒരാള് അതേ വ്യത മറ്റൊരാൾക്ക് അനുഭവിക്കരുത് എന്ന് കരുതി ആ മുള്ളിനെ വഴിയിൽ നിന്ന് മാറ്റിയിടും, അല്ലേ? താൻ നല്ലതുപോലെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതേ മുള്ളു വഴിയിൽ തന്നെ ഇട്ട് മറ്റൊരാളും വേദനിക്കട്ടെ എന്ന് അല്പമെങ്കിലും എന്താ പറയുക ആർദ്രതയുള്ള ഹൃദയമുള്ള ഒരാളും ചെയ്യില്ല. അപ്പോ എന്നാൽ അവിദ്യ കണ്ടക, ഇന്ന് വരെ ഒരു മുറിവും ഏൽക്കാത്തവൻ, ഒരു മുള്ളും കുത്താത്തവൻ, അവൻ അതിന്റെ വേദന അറിയില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേദനിച്ചാൽ എന്താ എന്ന് അവൻ കരുതും. അവനൊരു പ്രശ്നവുമില്ല, അവൻ ഈ വേദന എന്താന്ന് അറിഞ്ഞിട്ടില്ല. അവന് ജീവസാമ്യം ഗതോ ലിംഗൈഹി ന തഥാ അവിദ്യ കണ്ടക. മറ്റവൻ വിദ്യകണ്ടകൻ ജീവസാമ്യം ഗമിക്കുന്നു, മറ്റൊരാളുമായിട്ട് സാമ്യതയെ പ്രാപിച്ച് എമ്പതിയോടുകൂടി അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നു. എന്നാൽ അവിദ്യകണ്ടകൻ അങ്ങനെയല്ല. അതുപോലെ തന്നെ ദരിദ്രോ നിരഹം സ്തംഭോ മുക്തഃ സർവമതൈരിഹ കൃച്ഛ്രം യദൃച്ഛയാ പുനോതി തദ്ധിതസ്യ പരന്തപഃ. അങ്ങനെ ദരിദ്രനാവുന്ന ഒരാള് അഹങ്കാരം നശിച്ച് സ്തംഭാവസ്ഥ നശിക്കുന്നു. അവരുടെ ശരീരം നല്ലതുപോലെ വളയും, സ്തംഭം പോലെ ഇങ്ങനെ നിൽക്കില്ല, വിനയാന്വിതരാവും. അവര് സർവമതൈഹി മുക്തഃ, എല്ലാ അഹങ്കാരങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും അഭിമാനങ്ങളിൽ നിന്നും മുക്തരായിത്തീരും ദരിദ്രത അനുഭവിക്കുന്നവരെ. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയുക ഈശ്വരേച്ഛ കൊണ്ട് പ്രാപിക്കുന്നതായിട്ടുള്ള ക്ലേശം അതവന് ഏറ്റവും വലിയ തപസ്സു തന്നെയാകുന്നു. തദ്ധിതസ്യ പരം തപഃ. അപ്പൊ ദാരിദ്ര്യം ഒരു തപസ്സാണ്. അപ്പൊ അതിനു വേണ്ടി തന്നെയാണ്, അത് അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഇവൻ എന്താ പറയുക സമ്പത്തുള്ളവർ പോലും ആ ദാരിദ്ര്യത്തിൽ എങ്ങനെയായിരിക്കും വിശപ്പിന്റെ വേദന എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പല വ്രതങ്ങളും അനുഷ്ഠിക്കുന്നത്. ഉപവാസങ്ങളൊക്കെ അനുഷ്ഠിച്ച് വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് സമ്പത്തുള്ളവരും എനിക്ക് വിശക്കേണ്ട കാര്യമില്ല, എനിക്കിഷ്ടം പോലെ ഉണ്ടല്ലോ, ഞാനതിന് പട്ടിണി കിടക്കണം എന്ന് കരുതരുത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വ്രതങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്, ഉപവാസങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം പട്ടിണിയൊക്കെ കിടന്നു നോക്കിയാലേ വിശക്കുന്നവരുടെ വേദന അറിയുള്ളൂ. അത് അവനവന്റെ മനസ്സിനെ നല്ലതുപോലെ പാകപ്പെടുത്താൻ ഉപകരിക്കും. അപ്പൊ എന്തായാലും ദാരിദ്ര്യം ഏറ്റവും നല്ലൊരു ചികിത്സയാണ്. അത് തപസ്സാണ് എന്നൊക്കെ ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് റീസണിങ് ആണ്. അതുകൊണ്ട് ഈ നളഗോപുര മണിഗ്രീവന്മാർക്ക് ഞാൻ അവരുടെ ഐശ്വര്യ മതം പോക്കാനായിക്കൊണ്ട് അവരെ എന്താ പറയുക എല്ലാം കൊണ്ടും ദരിദ്രമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു അസ്വാതന്ത്ര്യത്തിലേക്ക് തള്ളിയിടാൻ പോവുകയാണ്. അവർക്ക് ആ സമയത്ത് ബോധമുണ്ടാവും,
ആ ബോധം കൊണ്ട് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ പശ്ചാത്തപിച്ച് ഉരുകും. പിന്നീട് അവർ നല്ലവരായി മാറിക്കോളും. അപ്പോൾ അവരെ എന്താ പറയുക, നല്ലതുപോലെ ദുർഗുണ പരിഹാര പാഠശാലയിലിട്ട് പാകപ്പെടുത്തിയെടുക്കുന്നത് പോലെ ഇവരെ വൃക്ഷാവസ്ഥയിലേക്ക് ശപിച്ച് ദാരിദ്ര്യം അനുഭവിച്ച് അസ്വാതന്ത്ര്യം അനുഭവിച്ച് അവരുടെ തെറ്റ് തിരുത്താൻ അവർ സന്നദ്ധരാവും. അപ്പം അതാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. ആ നാരദൻ നമുക്കും കൂടി വേണ്ടി ഇത്രയും ഉച്ചത്തിൽ ഇത്രയും പാട്ട് പാടി, ഈ കാര്യങ്ങളൊക്കെ പാടി. നമുക്ക് തുടരാം. നിത്യം ക്ഷുക്ഷാമദേഹസ്യ ദരിദ്രസ്യാന്നകാംക്ഷിണഃ ഇന്ദ്രിയാണി അനുശുഷ്യന്തി ഹിംസാപി വിനിവർത്തതേ. നിത്യം ക്ഷുക്ഷാമദേഹസ്യ ദരിദ്രസ്യാന്നകാംക്ഷിണഃ ഇന്ദ്രിയാണ്യനുശുഷ്യന്തി ഹിംസാപി വിനിവർത്തതേ. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നാരദ മഹർഷി ഇതിന്റെ ലോജിക്കൊക്കെ നമുക്ക് നിരത്തി തരുന്നത്. എങ്ങനെയാണ് ദാരിദ്ര്യം ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത്, അതൊരു തപസ്സാണ് എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുകയാണ്. അതൊരു നല്ല തപസ്സാണ്, ദാരിദ്ര്യം തപസ്സാണ്. എപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് ആധ്യാത്മികമായിട്ട് നല്ല രീതിയിൽ വളർച്ച പ്രാപിക്കുന്നത് നമ്മൾ കാണുക. ഭഗവാൻ ഗീതയിലും 6-ാം അധ്യായത്തിൽ അർജുനന്റെ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒരാള് കഠിനമായിട്ടുള്ള സാധനകൾ തപസ്സുകൾ എല്ലാം അനുഷ്ഠിച്ച് യോഗഭ്രഷ്ടനായി മരിച്ചു പോകുന്നു. അങ്ങനെ ഒരാൾക്ക് അടുത്ത ജന്മത്തിൽ എന്ത് ഗതിയായിരിക്കും എന്നുള്ള അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരാള് സ്വർഗത്തിലോ മറ്റോ ചെന്ന് അയാൾ ചെയ്ത പുണ്യത്തിന്റെ ഫലം അനുഭവിച്ച് പിന്നീട് അദ്ദേഹം നല്ലൊരു സംസ്കാരമുള്ളവരുടെ ഗൃഹത്തിൽ വന്ന് ജനിക്കുന്നു. അത് ദരിദ്രരുടെ ഗൃഹത്തിലായിരിക്കും കൂടുതലും ജനിക്കുക. അല്ലെങ്കിൽ ശുചീനാം ശ്രീമതാം ഗേഹേ എന്ന് പറയുന്നുണ്ട്. അഥവാ രണ്ടു തരത്തില് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ നല്ല ധനികന്മാരായിട്ടുള്ളവരുടെ ഗൃഹത്തിൽ വരാം, അല്ലെങ്കിൽ ദരിദ്രന്മാരായിട്ടുള്ള ഗൃഹങ്ങളിൽ വരാം. അത് അവർക്ക് കൂടുതൽ സാഹചര്യം സൃഷ്ടിക്കാനാണ്. കഴിഞ്ഞ ജന്മത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് യോഗഭ്രഷ്ടത ഉണ്ടായത്? ഏതെങ്കിലും തരത്തിലുള്ള മതം ബാധിച്ചിട്ടുണ്ടാവും, ഒരു അലസത വന്നു ചേർന്നിട്ടുണ്ടാവും, ഒരു എന്താ പറയുക, ഏതോ തരത്തിലുള്ള അജാഗ്രത വന്നു, ഏതോ വിഷയാസക്തി കൊണ്ട്, അഹങ്കാരം കൊണ്ടോ ഏതോ കാരണം കൊണ്ടാണ്. അപ്പൊ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് കുറെ കൂടി എന്താ പറയുക, ദരിദ്രന്മാരായിട്ടുള്ളവരുടെ ഗൃഹത്തിൽ ജനിക്കാം. ഗീത ഇവിടെ ഇല്ല, എന്തെങ്കിലും ആ ശ്ലോകം പറയാൻ ഓർമ്മ വരില്ല പെട്ടെന്ന്. അപ്പോ ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ഒരു തപസ്സാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല എന്ന് പറയില്ലേ, ആ തീയിൽ മുളയ്ക്കുക, കഷ്ടപ്പാടുകളുടെ നടുവിൽ ജീവിക്കുക, അതൊരു മനുഷ്യനെ പാകപ്പെടുത്തി നല്ല മനുഷ്യനാക്കി കൊണ്ടുവരും. അപ്പൊ അത് തന്നെയാണ് നിത്യം ക്ഷുക്ഷാമദേഹസ്യ ദരിദ്രസ്യ അന്നകാംക്ഷിണഃ ഇന്ദ്രിയാണി അനുശുഷ്യന്തി ഹിംസാപി വിനിവർത്തതേ. നിത്യം ക്ഷുക്ഷാമദേഹസ്യ, നിത്യം എപ്പോഴും, ക്ഷുക്ഷാമദേഹസ്യ, ക്ഷുത് വിശപ്പ്, അതുകൊണ്ട് ക്ഷാമം ബാധിച്ചത്, ക്ഷീണം ബാധിച്ചത്, ക്ഷയിച്ചത് എന്ത് ദേഹം. അപ്പൊ വിശപ്പ് കൊണ്ട് മെലിഞ്ഞ കൃശമായ ദേഹത്തോടു കൂടിയതായിട്ടുള്ള ഒരാൾക്ക് അന്നകാംക്ഷിണഃ ദരിദ്രസ്യ, അയാൾക്ക്
മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അതുകൊണ്ട് അയാളുടെ ഉള്ളിൽ അന്നകാംക്ഷയുണ്ട്, ഭക്ഷണം വേണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹമുണ്ട്. അന്നത്തിന് നല്ല വിലയുള്ള ആളാണ്. ഭക്ഷണം ഒരു തുള്ളി വെറുതെ പാഴാക്കി കളയുന്ന ആളല്ല. അങ്ങനെയുള്ള അന്നകാംക്ഷിണ ദരിദ്രസ്യ, അങ്ങനെയുള്ള ഒരു ദരിദ്രന്റെ ഇന്ദ്രിയാണി അനുശുഷ്യന്തി, ഇന്ദ്രിയങ്ങൾ ശോഷിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ ആ മതം നഷ്ടപ്പെടും, കൊഴുപ്പ് നഷ്ടപ്പെടും. ഇന്ദ്രിയങ്ങളൊക്കെ നല്ല പാകത വരും, പക്വത വരും. അതാണ് ഇന്ദ്രിയാണി അനുശുഷ്യന്തി. വല്ലാത്ത ഒരു അതിക്രമം കാണിക്കാനുള്ള കൊഴുപ്പൊന്നും ഉണ്ടാവില്ല. അനുക്ഷണം ശോഷിക്കുന്നു എന്നർത്ഥം അല്ലേ? നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഭക്ഷണം തിന്നിട്ട് അവനെ കുത്തുകയാണ്, നകളെ കുത്തുകയാണ് എന്നൊക്കെ പറയും. ചില കുത്തലുകളാണ്, അല്ലെങ്കിൽ കൊഴുപ്പ് എന്ന് പറയും. അവൻ്റെ ഒരു കൊഴുപ്പാണ്. അപ്പൊ അധികം ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ആ കൊഴുപ്പ് കൂടി കൂടി വരും, സ്വാർത്ഥത കൂടി വരും, അഹങ്കാരം കൂടി വരും, ഹിംസ കൂടി വരും. ഇവിടെ കുറയുന്ന ഒരാൾക്ക് ഇന്ദ്രിയാണി അനുശുഷ്യന്തി, അയാളുടെ ഇന്ദ്രിയങ്ങൾ ക്ഷീണിച്ചിരിക്കും, അനുശോഷിക്കും. ഹിംസാഭി വിനിവർത്തത, അതുകൊണ്ട് തന്നെ അയാൾ ഹിംസാകാര്യങ്ങളിൽ നിന്നൊക്കെ സ്വയം പിന്തിരിയും. ഹിംസ ചെയ്യാനുള്ളതായിട്ടുള്ള ധിക്കാര ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, താൻ അനുഭവിക്കുന്ന സങ്കടം മറ്റ് ജീവജാലങ്ങളിലും കാണാനുള്ള കഴിവും അവനുണ്ടാവും. ആരെയും ഉപദ്രവിക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് തോന്നില്ല. അപ്പൊ നല്ലോണം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് വിലയിരുത്താനുള്ള കഴിവുണ്ട് അനുഭവത്തിൽ നിന്ന്. അപ്പൊ അന്യപ്രാണികളെ ഉപദ്രവിക്കുക എന്നുള്ള ഹിംസ അയാളെ വിട്ടുപോകുന്നു അല്ലേ? താൻ തന്നെ പരമസങ്കടത്തിലിരിക്കുമ്പോൾ അന്യനെ ഉപദ്രവിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പ്രയാസമായിരിക്കും. അതിനുള്ള ശക്തിയും അയാൾക്കില്ല. അതുകൊണ്ട് ഹിംസ ചെയ്യാൻ അവകാശം കുറവാണ് എന്ന് പറയണം. അപ്പൊ എന്നും വിശപ്പ് അനുഭവിക്കുന്ന, ഭക്ഷണത്തെ കാംക്ഷിക്കുന്നതായിട്ടുള്ള ദരിദ്രന്മാരായിട്ടുള്ളവർക്ക് ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ധിക്കാര പ്രവൃത്തികളെല്ലാം കുറയുന്നു, ഹിംസാ പ്രവൃത്തികളെല്ലാം കുറയുന്നു. അത് പ്രകൃതിയുടെ ഒരു നിയന്ത്രണമാണത്. പ്രകൃതി സ്വയം നിയമിക്കുകയാണ്. അത് സംഭവിക്കും എന്ന് പറയണം. നിത്യം ക്ഷുക്ഷാമദേഹസ്യ ദരിദ്രസ്യ അന്നകാംക്ഷിണഃ ഇന്ദ്രിയാണി അനുശുഷ്യന്തി ഹിംസാപി വിനിവർത്തത്തെ ദരിദ്രസ്യൈവ യുജ്യന്തേ സാധവഃ സമദർശിനഃ സദ്ഭിക്ഷിണോതി തം തർഷം തത ആരാത് വിശുദ്ധ്യതി. ദരിദ്രസ്യൈവ യുജ്യന്തേ സാധവഃ സമദർശിനഃ സദ്ഭിക്ഷിണോതി തം തർഷം തത ആരാത് വിശുദ്ധ്യതി. ദരിദ്രന്മാർക്കാണ് സജ്ജനങ്ങളുമായിട്ടുള്ള സംഗമം എളുപ്പത്തിൽ കിട്ടുക, പല കാരണങ്ങളെ കൊണ്ടും. അതാണ് പറയുന്നത്, സമദർശിനഃ സാധവഃ ദരിദ്രസ്യ ഏവ യുജ്യന്തേ. സമദർശികളായിട്ടുള്ള സാധുക്കൾ ദരിദ്രരുമായിട്ടാണ് കൂടുതൽ യോജിക്കുക. എന്തുകൊണ്ട്? ധനികന്മാരായിട്ടുള്ളവർ എപ്പോഴും ഈ സാധുക്കളെ ഒന്നാമത് മാനിക്കില്ല. കൂടുതലും മെജോറിറ്റി എല്ലാവരെയും അടച്ചു പറയുന്നില്ല, ഉണ്ട്. അത് വളരെ റെയറാണ്. നല്ല സംസ്കാരമുള്ള ധനികന്മാര് സാധുക്കളെ ബഹുമാനിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അത് സംസ്കാരം കിട്ടണം. അത് നമ്മളെ വടക്കേന്ത്യയിലൊക്കെ പോകണം അല്ലേ? ദ്രവിഡ ദേശങ്ങളിൽ കുറവാണ്. ദ്രവിഡ ദേശങ്ങളിൽ വളരെ റെയറായിട്ടേ ഉള്ളൂ. വടക്കേന്ത്യയിൽ അങ്ങനെയല്ല. പൊതുവെ എത്ര ധനികന്മാരും കോടീശ്വരന്മാരുമായിട്ടുള്ളവരും സാധുക്കളെ, സജ്ജനങ്ങളെ നല്ല രീതിയിൽ ബഹുമാനിക്കുകയും വേണ്ട രീതിയിൽ അവരിൽ നിന്ന് നേടേണ്ട പ്രയോജനം നേടുകയും ചെയ്യും. സത്സംഗം ചെയ്ത് അറിവ് നേടാനും അനുഗ്രഹം നേടാനും ഒക്കെ മുൻപന്തിയിലാണ് നമ്മുടെ വടക്കേന്ത്യയിലുള്ളതായിട്ടുള്ള ആളുകൾ. അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. തെക്കേന്ത്യക്കാര്, തെക്കേന്ത്യയിൽ ഇന്ത്യൻ്റെ പുറത്തുള്ള ആളുകൾക്ക് കുറച്ച് രജോ ഗുണം കൂടുതലാണ്, തമോ ഗുണവും കൂടുതലാണ്. മറ്റവർക്ക് സത്വഗുണം കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് സജ്ജനങ്ങളെ വേഗം തിരിച്ചറിയാനും ബഹുമാനിക്കാനും എങ്ങനെ പെരുമാറണം എന്നറിയാനും ഒക്കെ സാധിക്കും.
ഇവിടെ കുറച്ച് അഹങ്കാരം, അഗ്രഷൻ ഒക്കെ കൂടുതലാണ്. ഞങ്ങൾക്കൊക്കെ ധാരാളം അനുഭവം കൊണ്ട് പറയുന്നതാണ്, വെറുതെ പറയുന്നതല്ല. ധാരാളം അനുഭവം. വടക്കേ ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ആ ഒരു ബഹുമാനവും അവരുടെ ആ ആറ്റിറ്റ്യൂഡും തെക്കേ ഇന്ത്യയിൽ എവിടെയും കിട്ടാറില്ല. എവിടെ പോയാലും നമ്മളെ തിരക്കി പിന്നിലാക്കി മുന്നിലേക്ക് പോകുന്ന ആളുകളെ കാണാം. ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോഴായാലും ശരി, ഒരു സ്വാമി തൊഴാൻ നിൽക്കണു, അയാളെ ഇടിക്കരുത്, അയാളെ തള്ളി മാറ്റരുത്, അയാളുടെ മുമ്പേ ഓവർടേക്ക് ചെയ്യരുത്, ബഹുമാനിച്ച് പുറകിൽ നിൽക്കണം. സ്വാമി ആയാലും ശരി, അസാമി ആയാലും ശരി, തള്ളി മാറ്റിയിട്ട് മുമ്പിലേക്ക് അങ്ങോട്ട് ഇടിച്ചു പോകുക തന്നെ. അപ്പൊ ഒരു എന്താ പറയുക, സന്യാസിന്നോ ആ വസ്ത്രത്തിനോ ഒരു മാന്യതയും കൽപ്പിക്കുന്നില്ല, ഒരു ബഹുമാനവും കൽപ്പിക്കുന്നില്ല. വളരെ അറഗൻ്റാണ് നമ്മുടെ ഈ പ്രത്യേകിച്ച് മലയാളികൾ. ഒരു പരിഗണനയില്ല ആർക്കും. എന്തെങ്കിലുമൊക്കെ വേഷം കെട്ടുന്ന ആൾക്കാരെയൊക്കെ ബഹുമാനിക്കുകയും ചെയ്യും. ഒരു ഗുണവും ഉണ്ടാവില്ല. പൊള്ളയായിട്ടുള്ള വേഷങ്ങൾ കെട്ടി എന്തെങ്കിലുമൊക്കെ ജാട കാണിച്ച് നടക്കുന്നവരുടെ വലയിൽ പോയിട്ട് വീഴുകയും ചെയ്യും. അവരെന്തെങ്കിലുമൊക്കെ മാജിക്കും ഗിമ്മിക്കും ഒക്കെ കാണിച്ച് കുറച്ച് വേഷമൊക്കെ കാട്ടിക്കഴിഞ്ഞാൽ ആ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ആ ട്രാപ്പിലൊക്കെ പോയി വീഴുകയും ചെയ്യും. വലിയ ധനികന്മാർ കുറെ കഴിഞ്ഞ് അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തൊക്കെ മറ്റൊരടിച്ച് മാറ്റി കഴിയുമ്പോഴാണ് തിരിച്ചറിയുക, അയ്യോ നമ്മൾ ശരിയായ ആളുടെ കയ്യിലല്ല വന്നുപെട്ടത്, അബദ്ധം പറ്റി. അത് പറ്റിക്കാൻ വേണ്ടി വേഷം കെട്ടി നടക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിൽ ഇഷ്ടം പോലെ വേഷം കെട്ടി നടക്കുന്ന എന്താ പറയുക പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ശരിയായ അറിവുള്ളവർ, പക്വതയുള്ളവർ വേഷം കെട്ടാനൊന്നും പോവില്ല. അവർക്ക് അവരുടെ എന്താ പറയുക അറിവിലും അവരുടെ എന്താ പറയുക സദാചാരത്തിലും നല്ല വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. ആരുടെയും അംഗീകാരത്തിന് വേണ്ടി നടക്കുന്നവരല്ല. ആരെങ്കിലും വഞ്ചിച്ചിട്ട് എന്തെങ്കിലും നേടാനുള്ള ഉദ്ദേശ്യവും ഇല്ല. അതുകൊണ്ട് സാധാരണക്കാരെ പോലെ നടക്കും. സാധാരണക്കാരേക്കാൾ സിമ്പിളായിട്ട് നടക്കും. ഏത് സാധാരണക്കാരനെയും സ്വന്തം സുഹൃത്തായി, സഹോദരനായി, അനുജനായി തോളിൽ കൈയിട്ട് നടക്കും. പക്ഷെ അങ്ങനെയുള്ളവരെ ബഹുമാനിക്കാൻ ഈ മൂഢജനങ്ങൾക്ക് അറിയില്ല. ജാടകൾ കാണിക്കണം. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കഥയൊന്നും പറയുന്നില്ല. അപ്പോ ദരിദ്രന്മാർക്കാണ് സാധുക്കൾ സമദർശികളായിട്ടുള്ളവരുമായിട്ടുള്ള സത്സംഗം യോജിക്കുക എന്ന് വെച്ചാൽ, ഒന്നാമത് ദരിദ്രന്മാർക്ക് ഒന്നുമില്ലാതാവുമ്പോൾ അവർ പരവശരായിട്ട് സ്വയം സജ്ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലും. ആശ്രയത്തിന് വേണ്ടി, പല ആശ്വാസത്തിന് വേണ്ടി, അവരുടെ ആവലാതികൾ പറയാൻ വേണ്ടി എപ്പോഴും സഞ്ചാരത്തിലായിരിക്കും. സജ്ജനങ്ങളും അതെ. ഈ പറഞ്ഞ ദരിദ്രന്മാരും സ്വന്തം വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. ക്ഷേത്രങ്ങളിലൊക്കെ തീർത്ഥാടനം ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക, വല്ല എവിടെയെങ്കിലും തറയിൽ കിടക്കുകയായിരിക്കും ഒരു സന്യാസി. അയാളുടെ അടുത്ത് ചെന്ന് ഈ ദരിദ്രനും ചെന്നിരിക്കും. നെടുവേർപ്പെടുണ്ടാവും. നമ്മുടെ ആത്മദേവന്റെ കഥയൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അടുത്തിരിക്കുന്ന ആ സന്യാസി ചോദിക്കും, എന്താ മോനെ പ്രശ്നം, എന്താ വിഷമം, എവിടുന്നാ വരണ, എന്തൊക്കെയാണ് ജീവിത പശ്ചാത്തലം, ഇങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് അതിനുള്ള മറുപടി മരുന്നുകൾ പറഞ്ഞു കൊടുക്കും. പേടിക്കണ്ട കേട്ടോ, ഇതൊക്കെ മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് അനുഭവിക്കുന്നത്, എല്ലാം മാറും. ഭഗവാനെ നല്ലോണം മുറുക്ക പിടിച്ചോളൂ, ഇന്ന നാമം ജപിച്ചോളൂ, അല്ലെങ്കിൽ ഇന്ന പുസ്തകം വായിച്ചോളൂ, ഇന്ന കീർത്തനം ചൊല്ലിക്കോളൂ, ഇന്ന ഭഗവാനെ ഉപാസിച്ചോളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്കൊരു ധൈര്യം കൊടുക്കും, ആത്മവിശ്വാസം കൊടുക്കും, ഒരു ഉപാസനയിലേക്ക് അവരെ പതുക്കെ നയിക്കും. അതാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. തൻ്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും വന്നുപെടുന്നതായിട്ടുള്ള ദുഃഖിതരായിട്ടുള്ള അവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ
അവരുടെ ദുഃഖകാരണമായ പാപം നശിപ്പിക്കാനായിക്കൊണ്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നവരാണ് സജ്ജനങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സജ്ജനങ്ങളെല്ലാം ഉപേക്ഷിച്ച് സാധാരണക്കാരുടെ ഇടയിൽ സഞ്ചരിക്കും. ഇവർ പിന്നെ നിവൃത്തിയില്ലാതെ ദാരിദ്ര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ നാടോടികളായിട്ടൊക്കെ സഞ്ചരിക്കും. എന്നാൽ ധനികന്മാര് സജ്ജനങ്ങളെ എവിടെയും മൈൻഡ് ചെയ്യില്ല. അവരവരുടെ പാട്ടിൽ അവരുടെ വാഹനങ്ങളിൽ ചെന്നിറങ്ങും. ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് വലിയ VIP പരിഗണനയോടുകൂടി അവിടെ ചെന്ന് നേരെ ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ തന്നെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. അവിടെയുള്ള പ്രീസ്റ്റുകളെയൊക്കെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച ദക്ഷിണയൊക്കെ കൊടുത്ത് അവിടെ തൊഴുത് പ്രസാദവും മേടിച്ച് VIP തന്നെ മടങ്ങിപ്പോകും. അവരുണ്ടോ അവിടെ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വല്ല സന്യാസിമാരോ വല്ല സജ്ജനങ്ങളോ ആചാര്യന്മാരോ എവിടെയെങ്കിലും സത്സംഗം ചെയ്യുന്നതോ വിശ്രമിക്കുന്നതോ ശ്രദ്ധിക്കുന്നു? ഭയങ്കര ബിസിയാണ്. നമ്മൾ ചുറ്റും നോക്കിയാൽ ഏത് മഹാക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ കാണാവുന്നതാണ്. ഏത് തീർത്ഥാടന കേന്ദ്രത്തിലും ചെന്നാൽ കാണാവുന്നതാണ്. വടക്കേ ഇന്ത്യക്കാർ കുറച്ച് എക്സംഷൻസ് ആണ്. അപ്പോ അങ്ങനെ സദ്ഭിഹി ക്ഷിണോദിതം തർഷം തത ആരാത് വിശുദ്ധ്യതി. അങ്ങനെയുള്ള സദ്ഭിഹി സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം നിമിത്തം ക്ഷിണോതി തം തർഷം അവന്റെ ഉള്ളിലുള്ള പലതരത്തിലുള്ള തൃഷ്ണകളെയും ആഗ്രഹങ്ങളെയും അനാവശ്യമായിട്ടുള്ള അവന്റെ സങ്കല്പങ്ങളെയും എല്ലാം സജ്ജനങ്ങൾ ക്ഷയിപ്പിക്കുന്നു. ക്ഷിണോതി നശിപ്പിക്കുന്നു. തതഃ ആരാത് വിശുദ്ധ്യതി. അനന്തരം അവൻ അധികം താമസിയാതെ ആരാത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വിശുദ്ധനായിട്ട് ഭവിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഭഗവാനും പല പ്രാവശ്യം പറഞ്ഞത്. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്തി ഒരു കാലേന ദർശനാദേവ സാധവഃ. സാധുജനങ്ങൾ ദർശനാദേവ അവരെ ദർശിക്കുന്ന മാത്രയിൽ പവിത്രീകരിക്കുന്നവരാണ്. ആരാത് വിശുദ്ധ്യതീന. അപ്പോൾ സജ്ജനങ്ങളുമായുള്ള സംഘം നമ്മളെ ഉയർത്തും, പെട്ടെന്ന് ഉയർത്തും. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന് ആ പടിയിലേക്ക് അവർ കയറ്റിവിടും. ഈ ഒരു എസ്കലേറ്ററിലേക്ക് പതുക്കെ കൈപിടിച്ച് ഞങ്ങളുടെ കൂടെ പോരൂ എന്ന് പറഞ്ഞ് സജ്ജനങ്ങൾ ഈ ദരിദ്രന്മാരെ കൂട്ടിയിട്ട് പോകും. അങ്ങനെ ദാരിദ്ര്യം എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ട് മാറും. നേരെ മറിച്ച് ധനം എന്നുള്ളത് മതത്തിന് കാരണമായി തീരും. നമ്മുടെ ബൈബിളിലൊരു വാചകമില്ലേ, ഒരു ഒട്ടകത്തെ വേണമെങ്കിൽ സൂചിക്കുഴയിലൂടെ കയറ്റാം, എന്നാൽ ഒരു ധനികന് സ്വർഗത്തിലേക്ക് പ്രവേശനം അതിലും കഷ്ടമാണ് അല്ലേ? സൂചിയിൽ നമ്മൾ നൂല് കുറക്കുന്ന കുഴയില്ലേ, ആ നൂല് കുറക്കാനുള്ള കുഴ എത്ര ചെറുതാണ്, ആ ചെറിയ നേരിയ നൂല് പോലും അതിൻ്റെ ഇടയിൽ കൂടെ കിടക്കില്ല. അതേ ക്ലേശമാണ്. ഒരു ഒട്ടകത്തെ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. അത് പ്രയത്നം ചെയ്താൽ സാധിക്കും. ഓരോ സർക്കസുകാരെന്തൊക്കെയാ കാണിക്കുന്നത് അല്ലേ? ഒരു ചെറിയ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ അവരുടെ ശരീരത്തെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്നത് കാണാം. അപ്പോൾ ശ്രമിച്ചാൽ ഒരു ഒട്ടകത്തെ ഒരു സൂചിക്കുഴയിലൂടെ കയറ്റിന്ന് വരാം. എന്നാൽ ധനികന്മാർക്ക് സ്വർഗത്തിലേക്കുള്ളതായിട്ടുള്ള പ്രവേശനം വളരെ കഷ്ടമാണ്. അത് ഒരു കണക്കിന് സത്യമാണ്. ഇപ്പം നമ്മൾക്ക് അങ്ങനെയുള്ള അബദ്ധം പറ്റാതിരിക്കട്ടെ. നമ്മളുടെ ഇടയിൽ സാമ്പത്തികമായിട്ട് വെൽ ഓഫ് ആയിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു ഗർവം വരാതെ, മതം വരാതെ, വഴിതെറ്റാതെ വിനയത്തോടുകൂടെ സജ്ജനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഈശ്വര ഭക്തിയോടുകൂടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ശ്രദ്ധയോടുകൂടെ ജീവിതത്തെ നയിക്കാനായിട്ട് സാധിക്കട്ടെ. ഇപ്പൊ കുചേലൻ ആദ്യം കുറെ കഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിന് ധനം വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ല അഹങ്കാരം ഉണ്ടായോ, അദ്ദേഹത്തിന് വല്ല മാറ്റം ഉണ്ടായോ? അദ്ദേഹം പഴയ കുചേലൻ തന്നെ പിന്നെയും അല്ലേ? പഴയ സുധാമാവായി തന്നെ വളരെ ധാർമ്മികനായി തന്നെ ജീവിച്ചു, ഒരു അഹങ്കാരവും ഇല്ലാതെ. അപ്പോ ദരിദ്രസ്യൈവ യുജ്യന്തേ സാധവ സമദർശിനഃ സദ്ഭിക്ഷിണോദിതം തർഷം തത ആരാദ് വിശുദ്ധ്യതി.
അപ്പോൾ സജ്ജനങ്ങളുമായിട്ട് സംഘമുണ്ടാകാനും സജ്ജനങ്ങളെ കണ്ടാൽ ബഹുമാനിക്കാനും അവരിൽ നിന്ന് പ്രയോജനം നേടിയെടുക്കാനും ഒക്കെ ഉള്ള കഴിവ് ദരിദ്രർക്കാണ് കൂടുതൽ. സാധൂനാം സമചിത്താനാം മുകുന്ദചരണൈഷിണാം ഉപേക്ഷ്യൈ കിം ധനസ്തംഭൈഃ അസദ്ഭിഃ അസദാശ്രയൈഃ. സാധൂനാം സമചിത്താനാം മുകുന്ദചരണൈഷിണാം ഉപേക്ഷ്യൈ കിം ധനസ്തംഭൈഃ അസദ്ഭിഃ അസദാശ്രയൈഃ. സമചിത്താനാം മുകുന്ദചരണൈഷിണാം സാധൂനാം. സാധുക്കൾ സമചിത്തന്മാരാണ്, എല്ലാവരിലും ഒരേപോലെ ചിത്തതയുള്ളവരാണ്. അപ്പൊ പിന്നെ അവർക്ക് എന്താ ധനികന്മാരോട് എന്താ അത്ര ഒരു അകൽച്ച തോന്നാൻ കാരണം, ദരിദ്രന്മാരോട് എന്താ അവർക്ക് ഇത്തിരി കൂടുതൽ സ്നേഹം തോന്നാൻ കാരണം ഒന്നുമില്ല. സമചിത്തന്മാരാണ്. പക്ഷെ എങ്കിലും ഇവർക്ക് അങ്ങട് സമചിത്തതയുണ്ടെങ്കിലും ഈ പറഞ്ഞ ധനികന്മാർക്ക് ഇങ്ങട് വേണ്ടേ, പരിഗണന വേണ്ടേ? ഈ സമചിത്തതയുള്ളവരെ അതുപോലെ കണ്ട് സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ അവരിൽ നിന്ന് എന്തെങ്കിലും വേണം, അറിവ് വേണം എന്നുള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങട് സമചിത്തത ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ സമചിത്താനാം മുകുന്ദചരണൈഷിണാം, മുകുന്ദന്റെ മോക്ഷദാതാവായ ഭഗവാന്റെ പാദങ്ങളെ തന്നെ ആശ്രയിക്കുന്നവരായിട്ടുള്ള സാധൂനാം സജ്ജനങ്ങൾക്ക് അസദാശ്രയൈഃ ധനസ്തംഭൈഃ ഉപേക്ഷ്യൈഃ അസദ്ഭിഃ കിം. ഇങ്ങനെയുള്ള സാധുക്കൾക്ക് ഈ അസത്തുക്കളായ ജനങ്ങളെ കൊണ്ട്, ധനികന്മാരായിട്ടുള്ള ജനങ്ങളെ കൊണ്ട് കിം പ്രയോജനം? അവർക്ക് ആകെ ആശ്രയം മുകുന്ദനാണ്, മോക്ഷദാതാവാണ്. അപ്പൊ അവരുടെ പരമപുരുഷാർത്ഥം ഏതാണ്? മോക്ഷമാണ്. ആ മോക്ഷം എന്നുള്ള പുരുഷാർത്ഥത്തെ പരമപുരുഷാർത്ഥമായി വരിച്ചിട്ടുള്ളവരാണ് മുകുന്ദചരണൈഷികൾ. അവർക്ക് അർത്ഥകാമങ്ങളല്ല മുഖ്യം. അർത്ഥകാമങ്ങൾ അവര് പരിഗണിക്കുന്നേ ഇല്ല. അവരതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കടന്നവരാണ്. നാസ്താധർമ്മേ നവസു നിചയേ നൈവ കാമോപഭോഗേ. ഇങ്ങനെ എത്തിയവരാണ്. ധർമ്മത്തിലോ അർത്ഥത്തിലോ കാമത്തിലോ ഒന്നിലും വലിയ ആസക്തിയില്ലാത്തവർ. ത്രിവർഗങ്ങളെ സമ്പാദിക്കലല്ല ജീവിത ലക്ഷ്യം, പരമപുരുഷാർത്ഥമായ മോക്ഷമാണ് എന്ന് കരുതുന്നവരായിട്ടുള്ള ആളുകൾ. അവരാണ് മുകുന്ദചരണൈഷികൾ. അങ്ങനെയുള്ളവർക്ക് ഈ എന്താ പറയുക, അസദാശ്രയൈഃ, അസത്തുക്കളെ ആശ്രയിക്കുന്നവരും അസത്തുക്കളാൽ ആശ്രയിക്കപ്പെടുന്നവരും, രണ്ടർത്ഥത്തിലും അസദാശ്രയന്മാരാണ്. ഈ ധനികന്മാരായിട്ടുള്ളവര് ആരെ ആശ്രയിക്കും? അസത്തുക്കളായിട്ടുള്ള ആൾക്കാരെ. അവർക്ക് അറിവുള്ള ജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കളെ ആശ്രയിക്കാൻ മടിയായിരിക്കും. തങ്ങളെ പോലെ തന്നെയുള്ള സമൂഹത്തില് പേരും പ്രശസ്തിയും എന്താ പറയുക കുറെ ധനവും സ്ഥാനമാനങ്ങളും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഏതൊക്കെ തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ചവരാണെങ്കിലും ശരി, അതൊന്നും സാരമില്ല. അവർ ഏത് വഴിക്ക് സമ്പാദിച്ചു എന്നുള്ളതൊന്നും പ്രശ്നമല്ല. അവരിപ്പോൾ ധനികരാണ്, അതുകൊണ്ട് അവരെ വേണം ആശ്രയിക്കാൻ. നമുക്ക് ഈക്വൽ സ്റ്റാറ്റസിലുള്ള ആളുകളെ മാത്രമേ നമുക്ക് സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യേണ്ടതുള്ളൂ. ഇതാണ് മൂഢജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയുക, അസദാശ്രയി, അസത്തുക്കളെ അങ്ങോട്ട് ആശ്രയിക്കുകയും അസത്തുക്കളാൽ ഇങ്ങോട്ട് ആശ്രയിക്കപ്പെടുകയും ചെയ്യുന്നവർ. അസത്തുക്കൾക്ക് ധനികന്മാരാണ് ആശ്രയം. കാരണം അവർക്ക് ആകെ വേണ്ടത് ധനമാണ്. അവരെ എന്താ പറയുക, ഇത്തിക്കണ്ണി പോലെ കൂടിയിട്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ ഊറ്റിയെടുക്കണം. അപ്പൊ അതിന് മണിയടിച്ചുകൊണ്ട് കുറെ ദരിദ്രന്മാരായിട്ടുള്ള അസത്തുക്കൾ, ദരിദ്രന്മാരിൽ അസത്തുക്കൾ ഉണ്ടാവും അല്ലെ, ഇവരെ ആശ്രയിക്കും. എന്തിനു വേണ്ടി? അവർക്ക് ആകെ ഒറ്റ ലക്ഷ്യമുള്ളൂ, എന്തെങ്കിലും കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള അസദാശ്രയി ധനസ്തംഭൈഹി, ധനസ്തംഭം ധനം കൊണ്ട് സ്തംഭത ബാധിച്ചവർ, സ്തബ്ധരായിട്ടുള്ളവർ, ഐശ്വര്യമതം പ്രാപിച്ചിട്ടുള്ളവർ. അങ്ങനെയുള്ള ഉപേക്ഷൈഹി അസദ്ഭിഹി, വാസ്തവത്തിൽ അവർ ഉപേക്ഷിക്കാൻ യോഗ്യരാണ്, ഉപേക്ഷിക്കത്തക്കതാണ്, അവഗണിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെയുള്ള അസദ്ഭിഹി സാധൂനാം കിം, സജ്ജനങ്ങൾക്ക് എന്ത് കാര്യം, എന്ത് പ്രയോജനം? ഇപ്പൊ ശരിയായിട്ടുള്ള സജ്ജനങ്ങള് ഇങ്ങനെയുള്ള അഹങ്കാരികളായിട്ടുള്ള ധനികന്മാരുടെ പുറകെ വാലാട്ടിക്കൊണ്ട് പോവില്ല. അങ്ങനെ ആരെങ്കിലും പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അത് സാധുവല്ല. ധനികന്മാരുടെ പുറകെ അവർക്ക്
എന്താ പറയുക, കാര്യങ്ങളൊക്കെ അനുകൂലമായി പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നതൊക്കെ ശരി എന്ന് സാങ്ഷൻ ചെയ്തുകൊണ്ട് അവരുടെ പുറകെ അവരെ മണിയടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു സജ്ജനത്തിന്റെ ലക്ഷണമല്ല. അയാൾക്ക് വേണ്ടത് അപ്പോൾ ഇയാളിൽ നിന്ന് എന്തോ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അയാളിൽ നിന്ന് കാര്യസാധ്യത്തിന് വേണ്ടി ധനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ ജ്ഞാനികളായിട്ടുള്ള താപസന്മാരായിട്ടുള്ളവർ, സമ്പത്തിലൊന്നും യാതൊരു ദൃഷ്ടിയുമില്ലാത്തവർ, അവരെല്ലാവരെയും സമരായിട്ടേ കാണുള്ളൂ. ദരിദ്രനെയും ധനികനെയും സമരായിട്ടേ കാണുള്ളൂ. അവർക്ക് അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ. ധനികന്റെ നിന്ന് ഇങ്ങോട്ടൊരു പ്രതീക്ഷയുമില്ല. ഇനി തന്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ ദരിദ്രന്മാർക്ക് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ നഷ്ടം സാധുക്കൾക്ക് ദരിദ്രന്മാരുമായിട്ട് കൂട്ടുകൂടിയാൽ പലപ്പോഴും നഷ്ടേ വരുള്ളൂ. എന്നാലും അവർ ദരിദ്രന്മാരുമായിട്ട് കൂട്ടുകൂടും. നഷ്ടം വന്നാലും കുഴപ്പമില്ല, കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. ധനികന്മാരുടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവരുമായിട്ട് കൂട്ടു വേണമെന്നില്ല. എങ്ങനെയുള്ള ദരിദ്രന്മാരെ? ഈ മതം ഉള്ളവര്, സ്തംഭമുള്ളവര്, അഹങ്കാരികളായിട്ട് അവരെ മൈൻഡ് ചെയ്യില്ല. ഇങ്ങോട്ട് ബഹുമാനിച്ചാൽ അതിപ്പോ ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അങ്ങോട്ട് ബഹുമാനിക്കാം. ഒരു ധനികനെ ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളതല്ല, ധനികനായിട്ടുള്ളവരെയൊക്കെ ബഹുമാനിക്കാം. എങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ബഹുമാനം ഉണ്ടെങ്കിൽ. ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്നവർ ആരാണെങ്കിലും അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യാം. പക്ഷെ വെറുതെ ഇങ്ങോട്ട് ബഹുമാനിക്കുന്നില്ല, ഇങ്ങോട്ട് പുച്ഛമാണ് എന്നിട്ട് പിന്നെയും അങ്ങോട്ട് വാലാട്ടിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് ബഹുമാനം മാത്രമല്ല സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് പുറകെ പോവുക, ഇതൊന്നും സാധാരണ സജ്ജനങ്ങളുടെ സ്വഭാവം അല്ല. ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല അവരുടെ പുറകെ പോകുന്നതോ അല്ലെങ്കിൽ ബഹുമാനിക്കുന്നതോ. ഒന്നാമത് എതിർച്ചാലാഭ സന്തുഷ്ടന്മാരാണ്. ജീവിതം വളരെ ലളിതമാണ്. നിസ്സാരമായിട്ടുള്ള ആവശ്യങ്ങളെ ഉള്ളൂ അവർക്ക്. അതിന് ആരുടെയും പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാൻ ഇഷ്ടം പോലെ എന്താ പറയുക, പ്രാരബ്ധം അനുസരിച്ച് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പുണ്ടാവും. ഈശ്വരൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രാരബ്ധമാണ് നമ്മളെ പോഷിപ്പിക്കുന്നത്, നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈശ്വരൻ ഇഷ്ടം പോലെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആവശ്യത്തിലധികം ഉണ്ട്. അത് തന്നെ നമുക്ക് നിറഞ്ഞു കവിയുകയാണ്. നമുക്ക് ആവശ്യമില്ല ഇത് മുഴുവൻ. പിന്നെന്തിനാ നമ്മൾ ധനത്തിന് വേണ്ടി കൊതിക്കുന്നത്? ഇഷ്ടം പോലെ ഭഗവാൻ ആവശ്യത്തിലധികം തരുന്നു. അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ അധികം വെച്ചാലോ അതും പ്രശ്നമാവും. ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ സംഭരിച്ചു വെച്ചാൽ നമ്മുടെ ജീവന് തന്നെ ആപത്താവും. കൂടുതൽ സംഭരിച്ചു വെക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതസുഖലേശ സത്യം പുത്രാദപി ധനഭാജാംബീതി സർവത്രൈഷാ വിഹിതാരീതി. അപ്പൊ അർത്ഥം അധികം സമ്പാദിച്ചു വെക്കുന്നത്, കൂട്ടിവെക്കുന്നത് എവിടെയാണെങ്കിലും ആപത്തുകൾക്ക്, പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അർത്ഥത്തിന് വേണ്ടി ഏതെങ്കിലും ധനികന്റെ പുറകെ ആശ്രയിച്ചു പോകുന്ന സ്വഭാവം സജ്ജനങ്ങൾക്കില്ല. ഈ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാനായിട്ട് ഒരു ധനികൻ അല്ലെങ്കിൽ വേറൊരു ധനികൻ വരും, അല്ലെങ്കിൽ ആരെങ്കിലും വരും. നമുക്കത് സാധിക്കേണ്ട കാര്യമാണെങ്കിൽ ആരെങ്കിലും വരും. ആ ഒരു ആറ്റിറ്റ്യൂഡ് സജ്ജനങ്ങൾക്ക് ഉണ്ടാവും. അത് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നൊരു സംഭവം, വളരെ നല്ലൊരു സംഭവമാണ്, നല്ലൊരു ദൃഷ്ടാന്തമാണ്. ചിന്മയാനന്ദ സ്വാമികള് പിറവത്തുള്ളതായിട്ടുള്ള മേൽപ്പാഴൂർ മന വാങ്ങിയ കാലം, പേപ്പതി പിറവം, ഇന്നിപ്പോൾ ആദിശങ്കര നിലയം, ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്നുള്ള പ്രസ്ഥാനം ഇന്നിപ്പോൾ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിയ കാലം, അന്നൊക്കെ പൈസയ്ക്ക് വളരെ ടൈറ്റുള്ള കാലമാണ്. അന്ന് ആ സ്ഥലം വാങ്ങിക്കുന്നത്, ഇല്ലം വാങ്ങിക്കുന്നത് 11 ലക്ഷം കൊടുത്തിട്ടാണ്. എന്താണോ അദ്ദേഹം ചോദിക്കുന്നത് അത് കൊടുക്കാനാണ് സ്വാമിജി പറഞ്ഞത്. അവിടെ ഒരു ശങ്കരൻ നമ്പൂതിരിയായിരുന്നു ഉണ്ടായിരുന്ന അവിടുത്തെ മുഖ്യ അവകാശിയായിട്ട്. അപ്പം അദ്ദേഹം എന്താണോ ചോദിക്കുന്നത് കൊടുക്കൂ, അതിൽ പെശകാൻ പാടില്ല. അത് കാരണം അത് അത്രയും വിലപിടിച്ച മണ്ണാണ്, ശങ്കരാചാര്യരുടെ മണ്ണാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ചോദിച്ച അത് മുഴുവൻ കൊടുക്കാനായിട്ട് ട്രസ്റ്റ് ഒന്ന് ഏർപ്പാട് ചെയ്തു.
അത് കഴിഞ്ഞ് അത് റിനോവേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, ഒരുപാട് കെട്ടിടം റിനോവേറ്റ് ചെയ്യാനും അകത്ത് താമസിക്കാനുള്ള പുതിയ ബിൽഡിങ്സ് ഒക്കെ പണിയണം. അവിടെ എന്തെങ്കിലും കോഴ്സുകളൊക്കെ നടത്തണമെങ്കിൽ ബ്രഹ്മചാരിമാർക്കോ സന്യാസിമാർക്കോ ഒക്കെ താമസിക്കാനൊക്കെ ഇട്ട്. അപ്പോൾ അതിന് 2 ബ്ലോക്കായിട്ട് 10 റൂം 20 റൂം മൊത്തം നല്ല ഫെസിലിറ്റിയിൽ നല്ല 4 കെട്ടിൻ്റെ മാതൃകയിൽ 2 ബ്ലോക്ക് പണിതു. 2നും സ്പോൺസർ ചെയ്തത് ദുബായിൽ നിന്നുള്ള ഒരു ഈശ്വർ GV ഈശ്വർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഭാര്യ ഉഷ ഈശ്വർ, കുന്നംകുളംകാരാണ്. അവരാണ് 25 lakhs അന്ന് കാലത്ത് 1991 കാലത്ത് കൊടുത്തത്. 25 lakhs കൊടുത്തിട്ട് ആ ബിൽഡിങ്ങുകൾ പണിതു. അതിൻ്റെ ഇനോഗ്രേഷന് സാക്ഷാൽ ചിന്മയാനന്ദ സ്വാമികൾ വന്നു. ഇവരുമുണ്ട്, ഈശ്വരും ഉഷ ഈശ്വരും ഒക്കെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിന് സ്വാമിജി തന്നെ സജസ്റ്റ് ചെയ്ത പേരാണ് ഈശ്വർ കൃപ എന്ന്. ഈശ്വർ കൃപ. അപ്പോൾ ഏത് ഈശ്വരന്റെ കൃപയാണെന്ന് കേൾക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഈശ്വരനാണ് കൊടുത്തത്, പക്ഷെ സ്വാമിജി ഉദ്ദേശിച്ച ഈശ്വർ കൃപ വാസ്തവത്തില് സാക്ഷാൽ ഈശ്വരന്റെ കൃപ എന്നാണ്. അപ്പൊ അന്ന് അവിടെ സത്സംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിജിയുടെ കാൽ കീഴിൽ ഈ ഈശ്വർ ഇരിപ്പുണ്ട്. അദ്ദേഹം വളരെ വിനയമുള്ള നല്ലൊരു മനുഷ്യനാണ്. ചിന്മയാനന്ദ സ്വാമിയുടെ ഏത് പ്രോജക്റ്റിനും അദ്ദേഹം മുൻപിൽ ഡൊണേറ്റ് ചെയ്യുന്ന ദുബായിലെ വലിയൊരു ബിസിനസ്സുകാരനാണ്. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആരോ വളരെ ആ ട്രസ്റ്റിലുള്ള ഏതോ ഒരു കേമനായിട്ടുള്ള ഒരാൾ സ്വാമിജിയോട് പറഞ്ഞു, എല്ലാം ഈശ്വരന്റെ ഒരു നല്ല മനസ്സ്, ഈശ്വരന്റെ ഒരു കൃപ എന്ന് തന്നെ ഈ ഈശ്വരനെ കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സ്വാമിജി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഈശ്വരൻ അല്ലെങ്കിൽ വേറെ ഈശ്വരന്മാർ എത്രയോ വരും. ഈ ഈശ്വരൻ അല്ലെങ്കിൽ വേറെ ഈശ്വരന്മാർ എത്രയോ വരും എന്ന് ആരുടെ മുമ്പിലാ പറയണത്? അദ്ദേഹത്തിന്റെ മുമ്പിൽ, അദ്ദേഹത്തെ മുന്നിൽ ഇരുത്തിക്കൊണ്ടാ പറയണത്. ഈശ്വരന് പിന്നെ സ്വാമിജി അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ചമ്മലും ഇല്ല. ഈ പറഞ്ഞ ആള് ചെന്നു ഈ ഈശ്വരനെ വലിയ കാര്യമായിട്ട് പുകഴ്ത്തി പറഞ്ഞതായിട്ടുള്ള ആൾക്ക് കൊടുത്തു ഒരു കൊട്ട. ഇനി ആർക്കും അങ്ങനെയുള്ള ഒരു വിചാരം വേണ്ട എന്നുള്ള മട്ടില് ഈ ഈശ്വരൻ അല്ലെങ്കിൽ വേറെ ഈശ്വരന്മാർ ഇഷ്ടം പോലെ വരും. അതാണ് എന്താ പറയുക, മഹാത്മാക്കളുടെ ഒരു ഭാവം. അവരാരെയും ഒന്നിനും വേണ്ടി ആശ്രയിക്കുകയോ ആരുടെ മുമ്പിലും ചെന്ന് ഇഴഞ്ഞു നടക്കുകയോ ഒന്നും ചെയ്യില്ല. അവർക്ക് അവരുടെ അറിവിലും ഒരു ഇതിലും നല്ല വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത്. അവർക്കിതൊന്നും ആവശ്യമില്ല. ആ പറഞ്ഞ സ്ഥാനത്ത് സ്വാമിജി ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല, വന്നു പോയിക്കൊണ്ടിരിക്കുന്നല്ലാതെ ആ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് സന്യാസിമാർക്കൊക്കെ പൊതുവേ ഉള്ളത്. ഈ വിദ്യ കിട്ടിയിട്ടുള്ള സന്യാസിമാർക്കൊക്കെ ഈ ആറ്റിറ്റ്യൂഡ് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ആരെയും പ്രത്യേകമായിട്ട് ഒരു ആശ്രയഭാവം ഇല്ലേ ഇല്ല. ഫ്രീ ആണ്. അത് പറഞ്ഞിട്ട് ആരോടും ഒരു തരത്തിലുള്ളതായിട്ടുള്ള സമഭാവത്തിന് കുറവുമില്ല എന്ന് പറയാം. എപ്പോഴും സമഭാവം. സജ്ജനങ്ങളെ സജ്ജനങ്ങളായിട്ട് തന്നെ കാണാം. അവരിപ്പോൾ ധനികന്മാരായാലും ദരിദ്രന്മാരായാലും. അപ്പോൾ ഒരു കിം എന്നാ ചോദിക്കണം, അവരെ കൊണ്ട് എന്ത് പ്രയോജനം ഇതുപോലെയുള്ള അസത്തുക്കളെ കൊണ്ട്? അതുകൊണ്ട് അസത്തുക്കളെ ആശ്രയിക്കില്ല. അതുകൊണ്ട് നാരദ മഹർഷി ഇവിടെ ചിന്തിക്കുന്നത് എന്താണ്? ഇവരിപ്പോൾ ധനികന്മാരായിട്ട് തന്നെ തുടർന്നാൽ ഇവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവർക്ക് സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? തന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ അവർക്ക്. ഇവർ ധനികന്മാരായിരുന്നിട്ടും തന്നെ പോലെ ഒരാൾ വന്നിട്ട് ബഹുമാനിക്കാൻ തോന്നിയില്ല. അപ്പൊ ഇനിയും എത്ര മഹാത്മാക്കൾ വന്നാലും ഇവരുടെ സ്വഭാവം ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇവരെ ഇനിയും സമ്പന്നന്മാരായിട്ട് തുടരാൻ അനുവദിച്ചാൽ ഇവര് നശിച്ചു പോകും. ഇവർ ഗതി പിടിക്കില്ല.
അതുകൊണ്ട് ഇവരെ രക്ഷിക്കണമെങ്കിൽ ആകെയുള്ള ഒറ്റ പ്രതിവിധി ഇവരെ ദരിദ്രരാക്കുക, അവശരാക്കുക. അങ്ങനെ തീരുമാനിച്ചു. തദഹം മത്തയോർമാദ്യ വാരുണ്യാ ശ്രീമദന്തയോ തമോ മദം ഹരിഷ്യാമി സ്ത്രൈണയോരജിതാത്മനോ. തദഹം മത്തയോർമാദ്യ വാരുണ്യാ ശ്രീമദന്തയോ തമോ മദം ഹരിഷ്യാമി സ്ത്രൈണയോരജിതാത്മനോ. തത് അഹം, അതുകൊണ്ട്, തത് എന്ന് പറഞ്ഞാൽ തസ്മാത്, അദ്ദേഹം ഇത്രയും ലോജിക്ക് പറഞ്ഞിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യുന്നു. അതുകൊണ്ട് അഹം, ഞാൻ, മത്തയോഹോ മാദ്യാവാരുണ്യ ശ്രീമതാന്തയോഹോ, ശ്രീമതാന്തയോഹോ, ശ്രീമതം കൊണ്ട് അന്ധരായിരിക്കുന്നവരും, അതുപോലെ വാരുണ്യ മാദ്യ മത്തയോഹോ, വാരുണി എന്ന മധുകൊണ്ട്, മദ്യം കൊണ്ട് മതിച്ചവരായും, സ്ത്രൈണയോഹോ, സ്ത്രീകളാൽ വശീകരിക്കപ്പെടാൻ യോഗ്യന്മാരായിരിക്കുന്നവർ, സ്ത്രീകൾക്ക് അടിമകളായിരിക്കുന്നവർ, സ്ത്രീ വിഷയത്തിൽ ലംബടന്മാരായിരിക്കുന്നവർ, അങ്ങനെയുള്ളവരും, സ്ത്രൈണന്മാരായിരിക്കുന്നവരും മദ്യത്തിനടിമകളുമായിരിക്കുന്ന മതാന്തന്മാരായിരിക്കുന്ന അജിതാത്മനോഹോ, അജിതാത്മനോഹോ ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവർ, യാതൊരടക്കവുമില്ലാത്ത ഇന്ദ്രിയങ്ങളോടുകൂടിയവർ, ഇന്ദ്രിയ ജയം തീരെ ഇല്ലാത്തവർ, ഒരു ഡിസിപ്ലിനും ഇല്ലാത്തവർ, അങ്ങനെയുള്ളവരുടെ തമോമതം അഹം ഹരിഷ്യാമി, ഇവരുടെ ഈ അജ്ഞാനം നിമിത്തമുള്ള മതത്തെ, തമോ മതത്തെ ഞാൻ ഹരിക്കാൻ പോവുകയാണ്, നശിപ്പിക്കാൻ പോവുകയാണ്. ഇവർക്ക് എന്നേക്കുമായിട്ട് ഇനി ഈ തമോമതം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവർക്ക് എല്ലാ ദൂഷ്യങ്ങളും ഉണ്ട്. അവിടുന്ന് മൊത്തത്തിൽ അവരെ മാറ്റിയെടുക്കണം. ഈ ഒരു ദുഷ്ടാവസ്ഥയിൽ നിന്ന് നല്ലവരാക്കി മാറ്റണം. കാരണം അവര് കുബേരന്റെ മക്കളായിട്ട് ജനിച്ചവരാണ്. അപ്പൊ ജന്മം കൊണ്ട് അവർ പുണ്യമുള്ളവരാണ്. ഏതോ പുണ്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് കുബേര മക്കളായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ വന്നപ്പോ സാഹചര്യം കൊണ്ട് അവർ നശിച്ചുപോയി. എന്തായാലും നേരാക്കി എടുക്കണം എന്ന് തീരുമാനിച്ച ആ കാരുണ്യം. യതിമൗ ലോകപാലസ്യ പുത്രൗ ഭൂത്വാ തമസ്പ്ലുതൗ ന വിവാസസമാത്മാനം വിജാനീത സുദുർമദൗ അതോർഹതസ്ഥാവരതാം സ്യാതാം നൈവം യദാ പുനഃ സ്മൃതി സ്യാന്മൽപ്രസാദേന തത്രാഭിമദനുഗ്രഹാത് വാസുദേവസ്യ സാന്നിധ്യം ലബ്ധ്വാ ദിവ്യശരച്ഛതേ വൃത്തേ സ്വർലോകദാം ഭൂയോ ലബ്ധഭക്തി ഭവിഷ്യതഃ. യദിമൗ ലോകപാലസ്യ പുത്രൗ ഭൂത്വാ തമഃപ്ലുതൗ ന വിവാസസമാത്മാനം വിജാനീത സുദുർമദൗ അതോർഹതസ്ഥാവരതാം സ്യാതാം നൈവം യദാ പുനഃ സ്മൃതി സ്യാത്മൽപ്രസാദേന തത്രാഭിമദനുഗ്രഹാത് വാസുദേവസ്യ സാന്നിധ്യം ലബ്ധ്വാ ദിവ്യശരച്ഛതേ വൃത്തേ സ്വർലോകദാം ഭൂയോ ലബ്ധഭക്തി ഭവിഷ്യതഃ. യത് ഇമൗ ലോകപാലസ്യ പുത്രൗ ഭൂത്വാ തമഃപ്ലുതൗ. ഇത് എന്തുകൊണ്ടാണ് അവരെ ശപിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ തമോ മതത്തെ ഹരിക്കുന്നത്? അതിന് കാരണം ഇവര് നല്ലവരാണ്, അല്ലെങ്കിൽ നല്ലൊരാളുടെ മഹാത്മാവിന്റെ മക്കളാണ്. അതാണ് ഇവർ. ഇമൗ ലോകപാലസ്യ പുത്രൗ ഭൂത്വ, നല്ലൊരു ജന്മം കിട്ടിയിട്ട്, നമ്മൾ പറയാറില്ലേ, നല്ലൊരു കുലത്തിൽ ജനിച്ചിട്ട്, നല്ല അച്ഛനമ്മമാർക്ക് മക്കളായി ജനിച്ചിട്ട്, എന്നിട്ടും ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കണോ എന്ന് ചോദിക്കും പോലെ ഇവിടെ നല്ല ജന്മം കിട്ടിയിട്ട് ലോകപാലസ്യ പുത്രൗ ഭൂത്വ, ധനധനായ കുബേരന്റെ പുത്രന്മാരായി ഭവിച്ച, വടക്ക് ദിക്കിന്റെയും ധനവകുപ്പിന്റെയും മുഴുവൻ അധ്യക്ഷനാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ മക്കളായിട്ട് പുത്രൗ ഭൂത്വ തമഃപ്ലുതൗ, ഇങ്ങനെ തമസിലാണ്ടുപോയല്ലോ, ഇത്രയും അജ്ഞാനികളായി മൂഢന്മാരായി ഭവിച്ചുവല്ലോ, അത് ശരിയല്ല എന്ന് തോന്നിയിട്ട് കാരുണ്യം കൊണ്ട് സുദുർമദൗ, ഇവര് അത്യന്തം മതത്തോട്, ദുർമതത്തോട് കൂടിയവരാണ്, ദുഷിച്ച മതമുള്ളവരാണ്. അങ്ങനെയുള്ളവർ വിവാസസം ആത്മാനം യദിന വിജാനീത, അവർ വസ്ത്രം ധരിക്കാത്തവരാണെന്ന് സ്വയം തിരിച്ചറിവ് പോലും ഇല്ല, ഉടുതുണിയില്ലാതെ നിൽക്കുകയാണ് എന്നുള്ള ബോധം പോലും ഇല്ല. പത്രത്തോളം ബോധം കെട്ടവരായി മതം കൊണ്ട്, അല്ലാതെ എന്താ പറയുക ജ്ഞാനം കൊണ്ടല്ല.
ഒരു അവധൂതന്മാരുടെ അവസ്ഥയല്ല. അവധൂതന്മാർക്ക് ദേഹാഭിമാനമില്ലായ്മ കൊണ്ട് വസ്ത്രമില്ലായ്മ പ്രശ്നമല്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മതം കൊണ്ടാണ് അവർ സ്വയം മറന്നിരിക്കുന്നത്. വസ്ത്രം ഇല്ലാത്തത് വിവസ്ത്രരാണ് എന്നുള്ള കാര്യം ആത്മാവിന് അവനവനെ കുറിച്ച് യതിന വിജാനീത അവരറിയുന്നില്ലല്ലോ. അപ്പോ എത്ര ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കണു, മൗഢ്യാവസ്ഥയെ പ്രാപിച്ചിരിക്കണു. അതഃ സ്ഥാവരതാം അർഹത. അതുകൊണ്ട് ഇവര് രണ്ടുപേരും സ്ഥാവരഭാവത്തെ, അനങ്ങാൻ പറ്റാത്ത ഒരു കല്ലോ മണ്ണോ മരമോ ആവേണ്ടതാണ് ഇവര്. അതാണ് സ്ഥാവരതാം അർഹത. അർഹത രണ്ടുപേർക്ക് അർഹത എന്ന് പറഞ്ഞ അർഹതി ഏകവചനം, അർഹത ദ്വിവചനം. യഥാ മൽപ്രസാദേന പുനഃ ഏവം വിധം ന സ്യാദാം. യഥാ എപ്രകാരമായാൽ എൻ്റെ പ്രസാദം കൊണ്ട്, ഞാനിപ്പോൾ ചെയ്യുന്ന ഈ അനുഗ്രഹം കൊണ്ട്, മാത്രമല്ല ഞാൻ അവരുടെ മനസ്സുകൊണ്ട് ഞാൻ നല്ല സങ്കല്പം വെച്ചിട്ടുണ്ട്, അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അവർക്ക് അനുഗ്രഹം ഉണ്ടാവണം. അപ്പൊ എൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് കാരുണ്യമുണ്ട്. അങ്ങനെ എൻ്റെ പ്രസാദം കൊണ്ട് പുനഃ ഏവം ന സ്യാദാം, വീണ്ടും അവർ ഇപ്രകാരമാവാൻ പാടുള്ളതല്ല. രണ്ടുപേരും ഇങ്ങനെ ഭവിക്കുകയില്ല. തത്രാപി മതനുഗ്രഹാത് സ്മൃതി സ്യാത്. അപ്പോ അതുകൊണ്ട് തത്രാപി അവർ ഏതവസ്ഥയെ പ്രാപിക്കുന്നു, സ്ഥാവരാവസ്ഥയെ പ്രാപിക്കുമ്പോഴും ഒരു വൃക്ഷമായി തീരുമ്പോഴും എന്തുണ്ടാവണം? മത അനുഗ്രഹാത്, എൻ്റെ അനുഗ്രഹം കൊണ്ട് സ്മൃതി സ്യാത്, അവർക്ക് സ്മൃതി ഉണ്ടാവണം, ഓർമ്മയുണ്ടാവണം. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് എന്ന് അവര് എപ്പോഴും ഓർക്കണം. അവർക്ക് ആ പശ്ചാത്താപം ഉണ്ടായിക്കൊണ്ടിരിക്കണം. തെറ്റ് ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവണം. അങ്ങനെ ദിവ്യ ശരച്ഛതേ വൃത്തേ വാസുദേവസ്യ സാന്നിധ്യം ലബ്ധ്വ സ്വർലോകതാം ഭൂയഃ ലബ്ധഭക്തി ഭവിഷ്യതഃ. അപ്പൊ അങ്ങനെ ദിവ്യ ശരച്ഛതേ വൃത്തേ, ദിവ്യ ശരച്ഛതം എന്ന് പറഞ്ഞാൽ ശരച്ഛതം വർഷം, ശരത് ശതം, ശതവർഷം. പക്ഷെ അത് എങ്ങനെ? മനുഷ്യ ശരത് വർഷമല്ല, മനുഷ്യവർഷമല്ല, ദിവ്യം. അപ്പൊ 100 ദേവവർഷങ്ങൾ. അപ്പൊ മനുഷ്യവർഷങ്ങൾ എത്രയായി? 100 × 365, 36,500 മനുഷ്യവർഷങ്ങൾ അല്ലേ? 365 × 100. ഒരു ദേവവർഷത്തിൽ 365 മനുഷ്യവർഷമാണ്. അപ്പൊ 100 ദേവവർഷം 365 × 100, 36,500 വർഷം. അപ്പൊ എന്താ പറയുക, ത്രേതായുഗം അല്ല, കഴിഞ്ഞ ദ്വാപരയുഗത്തിന്റെ ആരംഭഘട്ടത്തിൽ എപ്പോഴോ ആണിത് ബാധിച്ചത്. പിന്നീട് അത്രയും കാലം ഇവര് ആ അവസ്ഥയിൽ തന്നെ കിടക്കേണ്ടി വന്നു എന്നർത്ഥം. 36,500 വർഷം ഇവർ വൃക്ഷമായിട്ട് കഴിഞ്ഞു. അപ്പൊ ആ വൃക്ഷത്തിന്റെ ആയുസ് നോക്കുക, ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ ദിവ്യ ശരച്ഛതേ വൃത്തേ വാസുദേവസ്യ സാന്നിധ്യം ലബ്ധ്വ. ആ വസുദേവപുത്രനായി അവതരിക്കുന്ന സർവവ്യാപിയായ ഭഗവാൻ വിഷ്ണുവിന്റെ സാന്നിധ്യം ലഭിച്ചിട്ട്, ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച്, ഭഗവാനെ നിത്യവും കണ്ടു കണ്ടു കണ്ട്, ഭഗവാന്റെ ബാലലീലകൾ എന്നും കണ്ട് ആസ്വദിച്ച്, സ്വർലോകതാം ഭൂയഃ ലബ്ധഭക്തി ഭവിഷ്യതഃ. സ്വർലോകതാം എന്ന് പറഞ്ഞാൽ അവരുടെ ഉയർന്ന ലോകപ്രാപ്തിയെ, സ്വർഗത്തിലൊക്കെ സ്ഥാനമുള്ളതായിട്ടുള്ള കുബേരപുത്രന്മാരായി ഭവിച്ച്, ഭൂയഃ വീണ്ടും ലബ്ധഭക്തി, രണ്ടുപേരും ഭക്തി ലഭിച്ചവരായി, നല്ല ഈശ്വര ഭക്തിയുള്ളവരായി, ഭവിഷ്യതഃ രണ്ടുപേരും ഭവിക്കും, അല്ലെങ്കിൽ ഭവിക്കട്ടെ. അതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ ബാല്യ ലീലകൾ കാണാനായിക്കൊണ്ടുള്ള ഭാഗ്യത്തിനായിക്കൊണ്ട് ഈ ഭൂമിയിൽ, ഈ വ്രജഭൂമിയിൽ തന്നെ ജനിക്കാനായിട്ട്, വൃക്ഷമായി തീരാൻ, സ്ഥാവരമായി തീരാനായിട്ട് നാരദ മഹർഷി സങ്കല്പിച്ച് ഗാനം ചെയ്തു, ശപിച്ചു എന്ന് പറയാം. അദ്ദേഹത്തിന്റെ നല്ല സങ്കല്പമാണ്, ഇവരെ രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ സങ്കല്പം. അപ്പൊ ഇവിടെ പശ്ചാത്താപത്തോടെ നിന്ന് ഭഗവാനെ കണ്ടുകണ്ട് ഭഗവാനിൽ ഭക്തി വർദ്ധിച്ച് അവർക്ക് പൂർവാവസ്ഥ ശാപമോക്ഷം ലഭിക്കട്ടെ എന്ന് അദ്ദേഹം സങ്കല്പിച്ചു. ശ്രീശുക ഉവാച ഏവമുക്ത്വാ സദേവർഷി ഗതോ നാരായണാശ്രമം നളകൂപരമണിഗ്രീവൗ ആസതുരു യമളാർജുനൗ. ശ്രീശുക ഉവാച ഏവമുക്ത്വാ സദേവർഷി
ഗതോ നാരായണാശ്രമം നളഗോപരമണിഗ്രീവൗ ആസതുർ യമളാർജുനൗ. ഏവം ഉക്ത്വാ സഹ ദേവർഷി. ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള ആ ദേവർഷി നാരദ മഹർഷി നാരായണാശ്രമം ഗത. അദ്ദേഹം ഇവരെ അനുഗ്രഹിച്ച ശേഷം നാരായണാശ്രമത്തിലേക്ക് പോയി. ബദരികാശ്രമം, നരനാരായണാശ്രമം അല്ലേ? അപ്പോൾ ബദരികാശ്രമം തന്നെയാണത്. അവിടേക്ക് പോയി എന്നർത്ഥം. നരനാരായണന്മാരുടെ മഹർഷിയുടെ ആശ്രമത്തിലേക്ക്. ഗത നളകൂപര മണിഗ്രീവൗ യമളാർജുനൗ ആസതു. ആ രണ്ടുപേര് കുബേരപുത്രന്മാർ നളകൂപരനും മണിഗ്രീവനും രണ്ടുപേരും യമളാർജുന, ഈ എന്താ പറയുക, അർജുന വൃക്ഷങ്ങളായി അഥവാ മരുതു വൃക്ഷങ്ങളായി ആസതു രണ്ടുപേരും ഭവിച്ചു എന്നാണ് അർത്ഥം. ആസീത് ഏകവചനം, ആസതുഹു ബഹുവചനം. രണ്ടുപേരും ഭവിച്ചു, ചില ദ്വിവചനം. ആസൻ ബഹുവചനം, അനേകം പേരുണ്ടെങ്കിൽ ആസൻ. ഇവിടെ രണ്ടുപേര് ആസതുഹു. അപ്പോ ഇങ്ങനെ ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. നമുക്ക് നാളെ വായിക്കാം, നാളെ രാവിലെ കാണാം. നാളെ രാവിലെ ഈ അധ്യായം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ രാവിലെ തുടരാം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഓണക്കാലത്ത് എന്താ പറയുക, എല്ലാവർക്കും തിരക്കുകളായിരിക്കും എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. അധികം ക്ലാസ്സുകൾ വേണ്ട എന്നുള്ള അഭിപ്രായമാണ് പലർക്കും. എന്തായാലും പറ്റുമ്പോഴൊക്കെ ഓരോ നേരമെങ്കിലും എടുക്കാം. ബാക്കി കൂടുതൽ ബ്രേക്ക് തരാം ഓണം ആഘോഷിക്കാൻ. എന്ന് വെച്ചാൽ ബന്ധുക്കളൊക്കെ വരും, അല്ലെങ്കിൽ മക്കളൊക്കെ വരും, പേരക്കുട്ടികളൊക്കെ വരും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട് പലർക്കും. അപ്പോൾ ഓണക്കാലം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും. പിന്നീട് 20-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഋഷികേശിലാണ് ഞാൻ. 11 ദിവസം ഉണ്ടാവില്ല. പിന്നെ വന്നാലും 3-ാം തീയതി തൊട്ട് സപ്താഹമാണ്. 2-ാം തീയതി ഒരു ദേവീ മാഹാത്മ്യ തരംഗിണി ഉണ്ട്. അപ്പോൾ ആകെ കൂടി 1-ാം തീയതിയേ ഉള്ളൂ ഇടയ്ക്ക്. അത് തിരക്കുമായിരിക്കും, നോക്കാം. അപ്പോൾ 20-ാം തീയതി വിട്ടാൽ പിന്നെ സപ്താഹം കാണാം. ഋഷികേശിലുള്ള പരിപാടിയൊക്കെ ലൈവ് ഇടാൻ നോക്കാം. ഓം. ഹരി ഓം. ഹരി ഓം.